നമുക്കറിയാവുന്ന പോലെ തന്നെ ഭിന്നശേഷി ദിനാചരണവും സാന്ത്വന സ്പർശം അതുപോലെ ക്ഷേമ പെൻഷൻ 5ാം വർഷ ഉദ്ഘാടന പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് ഈ പരിപാടിയുടെ ആദ്യ ഘട്ടമായി നമുക്ക് സ്റ്റേജിലേക്ക് വിശിഷ്ടാതിഥികളെ ക്ഷണിക്കാം. ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ശ്രീ ഭാസ്കരൻ നായർ അവരെ നമുക്ക് നല്ല കൈയോടുകൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ഇന്ന് നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥി നമ്മുടെ അരൂർ MLA ആണ് ശ്രീമതി ദലീമ ജോജോയെ നല്ല കൈയോടുകൂടി നമ്മുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ശ്രീമതി വൈക്കം വിജയലക്ഷ്മി ഓൺ ദ വേ ആണ്. അടുത്തതായി നമുക്കിന്ന് അനുശോചന പ്രമേയം അവതരിപ്പിക്കാനായിട്ട് ശ്രീ രഞ്ജിത്ത് ചന്ദ്രശേഖരാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം. അടുത്തതായി സ്വാഗതം ആശംസിക്കാനായി ശ്രീ അജയ്കുമാർ VA ആണ്. അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. അടുത്തതായി ഇന്നത്തെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീമതി ഗീതാമണി ടീച്ചറാണ്. അവരെയും വേദിയിലേക്ക് ക്ഷണിക്കാം. ഏതൊരു ചടങ്ങിനും ഈശ്വരനെ സ്മരിച്ചുകൊണ്ടാണല്ലോ തുടങ്ങുക. ആദ്യമായി ഈശ്വര പ്രാർത്ഥന, അതിനായി ശ്രീമതി ഗീതാമണി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ജഗദീശ്വര 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 ഞങ്ങൾ തൊഴുകൈകളോടെ കേഴുന്നു അങ്ങേ കടാക്ഷത്തിനായി. കൂട്ടായ്മയിലൊന്നും അനുഗ്രഹം ചൊരിയുന്ന ത്രിലോകനാഥ നീ കനിയേണമേ. ജഗദീശ്വര ഞങ്ങൾ തൊഴുകൈകളോടെ കേഴുന്നു അങ്ങേ കടാക്ഷത്തിനായി. കൂട്ടായ്മയിലെന്നും അനുഗ്രഹം ചൊരിയുന്ന ത്രിലോകനാഥ നീ കനിയേണമേ. ചിന്തകൾ ചെയ്തികൾ നന്മയിൽ നിറഞ്ഞിടാൻ ചൊരിയണമേ എന്നും നൽവരങ്ങൾ. സദ്ഗുണമാശയം ആത്മവിശ്വാസം നീ ഞങ്ങളിലൂടെ ഒഴുക്കിയിടണേ. ജഗദീശ്വര ഞങ്ങൾ തൊഴുകൈകളോടെ കേഴുന്നു അങ്ങേ കടാക്ഷത്തിനായി. കൂട്ടായ്മയിലെന്നും അനുഗ്രഹം ചൊരിയുന്ന ത്രിലോകനാഥ നീ കനിയേണമേ. ആകുല വ്യാകുല ചിന്തകളകറ്റിനി ലോകത്തിൻ നന്മയ്ക്കായി നയിച്ചിടണേ. അഗ്നിപരീക്ഷകൾ അപകടവ്യാധികളിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്തിടണേ. ജഗദീശ്വര ഞങ്ങൾ തൊഴുകൈകളോടെ കേഴുന്നു അങ്ങേ കടാക്ഷത്തിനായി. കൂട്ടായ്മയിലെന്നും അനുഗ്രഹം ചൊരിയുന്ന ത്രിലോകനാഥ നീ കനിയേണമേ. ജഗദീശ്വര ജഗദീശ്വര ജഗദീശ്വര. ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടക ഗാനഗോകുലം കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ നല്ല കൈയോടുകൂടി ആദരപൂർവ്വം സ്റ്റേജിലേക്ക് നമുക്ക് ക്ഷണിക്കാം. അടുത്തതായി അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നതിനായി ഫിസിയോതെറാപ്പിസ്റ്റ് കൂടിയായ ശ്രീ രഞ്ജിത്ത് ചന്ദ്രശേഖർ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ്റെ അനുമതിയോടെ 2022 മുതൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന തൈക്കാട്ടുശ്ശേരി മാളികയിൽ ശ്രീ രാജേഷ്, വളമംഗലം ദിവ്യനിവാസിൽ രാജേന്ദ്രൻ എന്നിവർ നമ്മളെ വിട്ടുപിരിഞ്ഞു. അവരുടെ വിയോഗത്തിലും അതുപോലെ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്കും ഇന്നലെ അപ്രതീക്ഷിതമായി ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ
നമ്മെ വിട്ടുപിരിഞ്ഞ 5 MBBS വിദ്യാർത്ഥികളുടെയും നിര്യാണത്തിൽ ഈ യോഗത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി എഞ്ചിനീയർ ശ്രീ അജയ്കുമാർ വി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് 1947 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആദ്യമായിട്ടൊരു നിയമം ഉണ്ടാകുന്നത് 1995 അതിൽ 7 വിഭാഗത്തിൽപ്പെട്ട അവരെ ഭിന്നശേഷിക്കാരായി പരിഗണിച്ചുവെങ്കിലും ആ നിയമം ഒരിക്കലും മുന്നോട്ട് വന്നില്ല. അതിനുശേഷം 2016 അതിശക്തമായ ഒരു നിയമം ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് ഇന്ത്യയിൽ എവിടെയും കാണാൻ സാധിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനം വളരെ വലുതായി മുന്നോട്ട് പോകുന്നു. ഭിന്നശേഷി സൗഹൃദ ജില്ലയ്ക്കുള്ള സമ്മാനം ആലപ്പുഴയ്ക്കാണെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ മികവ് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ഏത് ഗവൺമെൻറ് ഓഫീസുകൾ നോക്കിയാലും ഏത് പുതിയ പ്രോജക്റ്റുകൾ നോക്കിയാലും അവിടെയെല്ലാം ഭിന്നശേഷി സൗഹൃദമായ ബിൽഡിങ്ങുകളാണ് വരുന്നത്. വീൽ ചെയർ ആക്സസ് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പരിഗണിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും ഭിന്നശേഷി കമ്മീഷണർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് സമീപിക്കാനും അത് പരിഹരിക്കാനുമുള്ള മെത്തേഡുകൾ ഇന്ന് സുലഭമായിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ജോലിയുടെ രംഗത്തും അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണെങ്കിലും ഭിന്നശേഷിക്കാർക്കുള്ള സംവരണം വ്യക്തമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ അവകാശങ്ങൾ, ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ അവരെയും മറ്റുള്ളവരെയും കൂടി ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അതുപോലെ തന്നെ സമഗ്രവും സുസ്ഥിരവുമായ ഒരു നേതൃത്വത്തിലേക്ക് ഭിന്നശേഷിക്കാരെ കൊണ്ടുവരിക എന്നതുകൂടി ഈ വർഷത്തെ ഭിന്നശേഷി ദിനത്തിൻ്റെ പ്രത്യേകതയാണ്. ആ ലക്ഷ്യത്തിൽ ഒന്നാണ്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായി സ്വാഗതം ആശംസിക്കാനുള്ളത് മിസ്റ്റർ എ ഭാസ്കരൻ നായർക്കാണ്. അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സ്വന്തം നിലയിലും പെൻഷനേഴ്സ് എന്ന സംഘടനയുടെ നിലയിലും വളരെയധികം കാര്യങ്ങൾ ഇവിടെ തുറവൂർ കേന്ദ്രീകരിച്ചും അടുത്തുള്ള പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഈ ഫംഗ്ഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്കെല്ലാവർക്കും പരിചിതയായ ആദരണീയായ നമ്മുടെ MLA ദലീമ ജോജോയ്ക്കാണ്. ദലീമ ജോജോയെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ഗാനഗോകുലം ഡോക്ടർ വിജയലക്ഷ്മി, വൈക്കം വിജയലക്ഷ്മി. അങ്ങ് സെല്ലുലോയിഡ് തുടങ്ങി ഇപ്പോൾ ARMൽ എത്തി നിൽക്കുന്ന ആ ഗാന ആലാപനം നമുക്കെല്ലാം പരിചിതമാണ്. ഡോക്ടർ വിജയലക്ഷ്മിയെ ഹാർദമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീ M പ്രസാദ്, KSSPU സംസ്ഥാന പ്രസിഡന്റ്, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മിസ്റ്റർ പ്രസാദിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഒപ്പം ഇവിടെയുള്ള മിസ്റ്റർ K പ്രകാശൻ, പട്ടണക്കാട് പെൻഷനേഴ്സ് യൂണിയൻ്റെ സെക്രട്ടറി, അദ്ദേഹത്തെയും സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട അതിഥികൾ, സ്പോൺസേഴ്സ്, പെൻഷൻ ലഭിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, നല്ലവരായ എല്ലാ സുഹൃത്തുക്കളും നാട്ടുകാർക്കും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ MLA ശ്രീമതി
ദലീമെ ക്ഷണിച്ചുകൊള്ളുന്നു. ദലീമ മേഡത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, അധ്യക്ഷനും ഉദ്ഘാടകയും ഒക്കെ സംസാരിക്കുന്നതിനപ്പുറം ഒന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആശംസയും പറഞ്ഞ് പോകാനാണ് കേട്ടോ. ഒന്നും വിചാരിക്കരുത്. കാരണം 12 മണിക്ക് അവിടെ എത്തണം. അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ഒത്തിരി അവിടുത്തെ കഴിഞ്ഞ് പതുക്കെ നമ്മളുടെ ഹൈവേയിൽ കൂടെ വരികയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കഷ്ടപ്പാടാണ് ദൈവമേ. എത്ര മനുഷ്യരാണ് വിഷമിക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഇവിടെ എത്തുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെ വൈകുന്നതാണ് ഇത്രയും ഓടി എത്തുമ്പോൾ. ഏതായാലും അതിനും ക്ഷമ ചോദിക്കുകയാണ്. ഈ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതുകൊണ്ടൊന്നും ചിന്തിക്കരുത്. നമ്മുടെ ബഹുമാനപ്പെട്ട വേദിയിലുള്ള യൂണിറ്റ് പ്രസിഡന്റ്, നമ്മുടെ നല്ലൊരു ഗായിക ഗീതാമൺ ടീച്ചർ നല്ല പാട്ടാണ് ഈശ്വര പ്രാർത്ഥന പാടിയിൽ സന്തോഷമുണ്ട്. അനുസ്മരണം നടത്തിയ ശ്രീ ജഞ്ചി ചന്ദ്രശേഖരൻ നായർ, ഉപക്രമം നമ്മുടെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വളരെ നല്ല മനസ്സുള്ള മനുഷ്യർക്ക് വേണ്ടി നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുന്ന ബഹുമാനപ്പെട്ട ഭാസ്കരൻ നായർ സാറ്, ബഹുമാനപ്പെട്ട VA അജയ് കുമാർ, നമ്മുടെ ഗാനകോകില, നമ്മുടെ നാടിൻ്റെ തന്നെയല്ല, നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള ഗായിക, നമ്മളെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ടുള്ള ഗായിക. ഓരോ പാട്ടും നമ്മുടെ ഗായികയുടെ വിജയലക്ഷ്മിയുടെ ഓരോ പാട്ടും മഹത്വമുള്ളതും സമൂഹം ഏറ്റെടുത്ത് ഗംഭീര വിജയമാക്കി തീർത്ത പാട്ടുകളാണ് എല്ലാം തന്നെ. നമുക്ക് അഭിമാനിക്കാം. നമുക്ക് കിട്ടിയ പുണ്യമാണ്. ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ശ്രീ KSSPU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീ M പ്രസാദ്, സെക്രട്ടറി KS കുത്തിയത്തോട് യൂണിറ്റിന്റെ ശ്രീ R രാജാമണി, ബഹുമാനപ്പെട്ട ഖജാൻജി കൃഷ്ണകുമാർ സാറ്, കർത്തയാനി നിവാസ് തുറവൂർ ശാന്തകുമാരി ദേവി ടീച്ചർ, പുത്തൻവെളിയിൽ തുറവൂർ രേണുക ദേവി, പങ്കജകുമാരി, ശ്രീനിലയൻ തുറവൂർ, ശാന്തമ്മ ഭീമയൂഖൻ തുറവൂർ, ഇവിടെ വേദിയിലുള്ള മറ്റ് എന്താ പറയുക കുത്തിയോട് യൂണിറ്റിൻ്റെ ശ്രീ K പ്രകാശൻ സാറ്, സെക്രട്ടറി KSSPU പട്ടണക്കാട് ബ്ലോക്കിൻ്റെ അഡ്വക്കേറ്റ് ശ്രീ മധു, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കരയോഗം വളമംഗലം തെക്കിൻ്റെ, ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ സുധീർ മേനോൻ, ശ്രീമതി ജയശ്രീ NG, പിന്നെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഫ്ലൂട്ടിസ്റ്റ് എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ വായിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രാഭവം തെളിയിച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒന്നോ രണ്ടോ പാട്ടുകൾ എനിക്ക് കേൾക്കുവാൻ സാധിച്ചുള്ളതെങ്കിലും ഞാൻ ഓർത്തു എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം വായിക്കുന്നത്. വലിയൊരു കലാകാരനെ കാണുവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. നല്ല കയ്യടിയുണ്ട്. സന്തോഷം. ഏതായാലും നമ്മൾക്ക് നമ്മുടെ അധ്യക്ഷൻ എല്ലാ വർഷവും വർഷങ്ങളായിട്ട് നടത്തുന്ന വലിയ എന്താ പറയുക സാന്ത്വന സ്പർശം തന്നെയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജയലക്ഷ്മി ചിലപ്പോഴേ അവിടെ വരുത്തുള്ളൂ, അതുകൊണ്ട് അവിടെ ഒന്ന് ഓടിയെത്തണം, MLA പോകാതിരിക്കരുത്, സമയമില്ലെങ്കിൽ കൂടെ ഓടി ഒന്ന് ചെന്നേക്കണം എന്നെന്നോട് പറഞ്ഞു. അത് മന്ത്രി വിളിച്ച് നേരിട്ട് പറഞ്ഞു. അപ്പം അത് തന്നെയല്ല, ഞാൻ വരാൻ ബാധ്യസ്ഥയാണ്. എന്നെ നേരത്തെ വിളിച്ചിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ വേറെ 1-2 പ്രോഗ്രാം ഏറ്റത് കൊണ്ട് എനിക്ക് സമയത്ത് ചിലപ്പോൾ വരാൻ സാധിക്കില്ല. ഏതായാലും വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് ഒഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷെ മന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് എത്തണം, അവിടെ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് ഓടിയെത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട്. ഇപ്പം മറ്റേ 12 മണിക്ക് അവിടെ ഒരു ലോഗോ പ്രകാശനം ചെയ്യണം. അത് ചിത്രരഞ്ജൻ സാറും H സലാമും ഒക്കെ വിളിച്ചിട്ടാണ്. അപ്പം അതിനും എത്തണം. അപ്പം അത് 12 മണിക്ക് എത്താനുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം കയറി സംസാരിക്കുന്നത്. ഏതായാലും ഇന്ന് നമ്മുടെ ഭിന്നശേഷിയുള്ള മനുഷ്യർക്ക് വേണ്ടി, നന്മകളുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള ദിനമാണ്. 1982 മുതൽ ഡിസംബർ 3-ാം തീയതി ഇങ്ങനെ അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംഭാവനകൾ, അവർ സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ, അവർക്ക് വേണ്ടി നാം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, അവരെ എങ്ങനെ നിലനിർത്താൻ, സമൂഹത്തിൽ എത്രയോ കഴിവുകൾ, അവരുടെ കഴിവുകൾ സമൂഹത്തിന് സംഭാവന ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ ഭിന്നശേഷി, നമ്മൾ ഓരോരുത്തരും മാനസികമായിട്ട് ശേഷിയില്ലാത്തവർ തന്നെയാണ്. പലവിധ രോഗങ്ങളാലും ആരും പൂർണ്ണരായിട്ട് ആരും തന്നെയില്ല. പക്ഷെ എങ്കിലും നമ്മൾ തളരുമ്പോൾ ഒരു തളർച്ചയും ഇല്ലാതെ നമ്മുടെ സഹോദരങ്ങൾ അവരുടെ കഴിവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതാണ് ഇപ്പോൾ വൈക്കം വിജയലക്ഷ്മി എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഫ്ലൂട്ട് വായിച്ച ആ വ്യക്തിത്വം
എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കഴിവ്, ഇത്രയും മനോഹരമായ കഴിവ് അവർ വളർത്തിയെടുത്ത് അതിനുവേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നമ്മൾക്ക് എല്ലാം തന്ന് സൃഷ്ടിക്കപ്പെടുമ്പോഴും നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയും നമ്മൾ കഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് കൊടുത്ത കഴിവ് അവർ പുണ്യമായിട്ട് എടുത്തുകൊണ്ട് സമൂഹത്തിന് അവരത് സംഭാവന ചെയ്യുന്നു എന്നുള്ളത് എത്ര മഹത്വമാണ്. അവരുടെ കഴിവുകൾ അവരുടെ കുറവുകളായിട്ട് അവരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പല കുറവുകൾ, നമ്മളിൽ ആർക്കൊക്കെ നമ്മുടെ കഴിവുകളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് കാണേണ്ടത് ഇങ്ങനെയുള്ള നമ്മുടെ കഴിവുള്ള കുട്ടികളെ നോക്കിയിട്ടാണ്, ഇവരെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത്. എല്ലാം തന്ന് സൃഷ്ടിക്കപ്പെടുമെങ്കിൽ കൂടെ നമ്മൾ കഴിവില്ലാത്തവരായിട്ട് നമ്മൾ പല കാര്യങ്ങളിലും മാറുമ്പോൾ ഇതുപോലെയുള്ള കുട്ടികളെ ആദരിക്കുവാനും ഇതുപോലെയുള്ള കഴിവുകളുള്ളവരുടെ സംഭാവനകൾ സമൂഹത്തിൽ കൊടുക്കുവാനും അവർ നമ്മുടെ നേട്ടമാണെന്ന് കാട്ടിത്തീർക്കുവാനും ഒക്കെ കുറേ മനുഷ്യർ, നല്ല മനുഷ്യരും നമ്മുടെ ചുറ്റിനുമുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ഭാസ്കരൻ നായരെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ, മഹത്തരമുള്ള വ്യക്തിത്വങ്ങൾ, കുറേ നന്മകളുമായിട്ട് അവർ സമൂഹത്തിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ കുടുംബം അല്ലെങ്കിൽ അവരുടെ കുടുംബവും അവരുടെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിക്കാൻ കുറേ നല്ല മനുഷ്യരും ചേർന്ന് സമൂഹത്തിൽ വലിയ മാതൃകകളായി തീരുന്നുണ്ട്. കുറേ നന്മകൾ ചെയ്യുവാൻ എല്ലാ മനുഷ്യർക്കും വേദനയും പ്രയാസവും ഉണ്ട്, അവരെയും കൂടി നാം ചേർത്ത് പിടിക്കേണ്ടവരാണെന്ന് കാട്ടിക്കൊണ്ട് പോകുന്ന ഒരു മാതൃകയാണ് അവരിവിടെ വർഷങ്ങളായിട്ട് സമൂഹത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വന്നാലും എല്ലാത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നന്മകൾ സമൂഹത്തിന് ചെയ്യണം. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും ഒരുമയോടുകൂടെ ജീവിക്കേണ്ടവരാണ്. ഒരു വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റോ കോവിഡോ നിപ്പയോ ഒക്കെ വരുമ്പോൾ മാത്രം നമ്മൾ ഒരുമിക്കേണ്ടവരല്ല. ആ സമയത്ത് നമ്മൾ ഒരുമിക്കും. നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഒന്നുമില്ലാത്തവരായിട്ട് ശൂന്യരായിട്ട് പെട്ടുപോവുകയും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷേ ദുരന്തം കഴിയുമ്പോൾ നമ്മളെല്ലാം സ്വാർത്ഥരായിട്ട് മാറുകയും ചെയ്യും. അപ്പം നമ്മൾ സ്വാർത്ഥരാകേണ്ടവരല്ല, കയ്യും വീശിയും ഒന്നുമില്ലാത്തവരാ ശൂന്യതയിലേക്ക് കടന്നു പോകേണ്ടവരാണ്. നമുക്ക് സത്യമായിട്ടുള്ളത് നമുക്ക് മരണവും രോഗവും തന്നെയാണ്. അത് എല്ലാവർക്കും പിന്നാമ്പുറങ്ങളിൽ നിലകൊള്ളുന്നുമുണ്ട്. പക്ഷെ നമ്മൾ പരമാവധി അങ്ങനെ ചിന്തിച്ച് മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നവർ അപൂർവം മാത്രമാണ്. ആ അപൂർവങ്ങളായിട്ട് തെളിയുന്ന വിളക്കുകളായിട്ട് ഇവിടെ നിലകൊള്ളുന്ന നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ആ കുടുംബത്തിനും ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ വിജയലക്ഷ്മിനെ കാണുവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ആ കലാകാരിയുടെ പാട്ടുകൾ ഞാൻ എത്രത്തോളം ആസ്വദിക്കുകയും എത്രത്തോളം സ്നേഹിക്കുകയും ചെയ്യുന്ന പാട്ടുകളാണ് നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ എന്നും വിജയലക്ഷ്മിയുടെ പാട്ട് എപ്പോഴും ഉണ്ട്. ഞാൻ വലിയ ആരാധികയാണ്. ഏതായാലും വലിയ സന്തോഷമുണ്ട് മോളെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചതിലും പിന്നെ ഫ്ലൂട്ടിസ്റ്റിനെ കാണാൻ സാധിച്ചതിലും ഒക്കെ വലിയ സന്തോഷമുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. കുറേ നന്മകൾ സമൂഹത്തിൽ ഇനിയും എല്ലാവർക്കും ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ പോവുകയാണ്. സന്തോഷം, നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് മാഡം. പക്ഷേ ഈ വിളക്ക് കൊടുത്ത് ഈ പരിപാടി ഒന്ന് ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ വിജയലക്ഷ്മിയുടെ ഒപ്പം കൊളുത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് വേണം പോകാനെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഉദ്ഘാടനമാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അഗ്നിഭഗവാനെ. വിജയലക്ഷ്മിക്ക് എൻ്റെ രണ്ടുപേരി പാട്ട് കേൾക്കണമെന്ന്. പാട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കേൾക്കാനാണ് പുള്ളിക്കാരത്തി ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഈ MLA ആയതുകൊണ്ട് എൻ്റെ പാട്ടൊക്കെ പോയോ എന്ന് അറിയാനല്ലേ. നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞതാണല്ലോ. അപ്പം നമുക്ക് ദേവിയുടെ ഒരു പാട്ടുണ്ട്, 4 വരി പാടാൻ. ഞാൻ താമര പൂവിലായാലും വീണമീട്ടുകയായാലും പത്മരാഗ നവപ്രഭേ മൂകാംബികേ അഭയം താമര പൂവിലായാലും വീണമീട്ടുകയായാലും പത്മരാഗ നവപ്രഭേ മൂകാംബികേ അഭയം. നമ്മുടെ എല്ലാം ആദരവ് അർപ്പിക്കുന്നതിനായി MLAക്ക് ആദരവ് അർപ്പിക്കുന്നതിനായി ഷാൾ അണിയിച്ച് ആദരവ് അർപ്പിക്കുന്നതിനായി ശ്രീമതി വത്സവമാരെ ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്തതായി ഉപക്രമത്തിന് അധ്യക്ഷൻ ശ്രീ ഭാസ്കരൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരായ വിശിഷ്ട അതിഥികളെ, ഇത് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ ആരാധ്യയായ MLA ജലീമ ജോജോ, നമുക്കെല്ലാവർക്കും മനസ്സിന് ആനന്ദം പകർന്ന സംഗീതത്തിലൂടെ ഗാനങ്ങൾ ആലപിച്ച് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഗാന കോകിലം ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി അവർ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച് എത്തിയ ഞങ്ങളുടെ പെൻഷൻ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ M. പ്രസാദ്, ബ്ലോക്ക് സെക്രട്ടറി K. പ്രകാശൻ, നമ്മളുടെ എൻ്റെ ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച അഡ്വക്കേറ്റ് C. മധു, അദ്ദേഹം എത്തിയില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം എൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എൻ്റെ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്, ആരും അന്യരല്ല. അവരെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ, വേഗതയേറിയ ഈ കാലഘട്ടത്തിൽ തമ്മിൽ കാണുവാനോ സംസാരിക്കുവാനോ നമ്മുടെ സന്തോഷമൊന്ന് പകരുവാനോ ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും ഈ ഒരു തള്ളവിരലിൽ നമ്മളുടെ സന്തോഷം ചുരുക്കിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, ബന്ധുക്കൾ, കൂട്ടുകാർ, അങ്ങനെ എല്ലാവരെയും പറ്റുന്നവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഈ ഒരു പരിപാടി ഇത്തവണ നടത്തണം എൻ്റെ ഉള്ളിലൊരു മോഹം ജനിച്ചത്. ഇതിന് തുടക്കം കുറിച്ചത് 4 വർഷം മുമ്പാണ്. അതിന് ഒരു കാരണം എന്ന് പറഞ്ഞത്, ഒരു പക്ഷേ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഇതുപോലെയുള്ള കുറച്ച് പേരിലേക്കെങ്കിലും പകരാതെ ഞാൻ വിട പറഞ്ഞാൽ അത് എന്നിൽ തന്നെ അലിച്ചു പോകും, അത് പുറത്തേക്ക് പോകത്തില്ല. പക്ഷേ എൻ്റെ അനുഭവങ്ങൾ അത് നിങ്ങളിലേക്ക് പകർന്നാൽ തീർച്ചയായിട്ടും അത് നമ്മളുടെയും സമൂഹത്തിൻ്റെയും ജീവിത നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അത് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ഈശ്വരവിശ്വാസിയാണ്. ശ്രീ നരസിംഹമൂർത്തിയെയും ശ്രീ മഹാസുദർശനമൂർത്തിയെയും ആരാധ്യ ദേവന്മാരായി മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ്. ആ ക്ഷേത്രാങ്കണത്തിൽ നിന്നും കിട്ടുന്ന പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന ആ സന്ദേശം എൻ്റെ മനസ്സിൽ തോന്നിയത്, എന്നെ പ്രാർത്ഥിക്കുക, അതോടൊപ്പം എന്നെ കാണണമെങ്കിൽ നീ തെരുവിലേക്ക് നോക്കൂ, പട്ടിണി കൊണ്ട് പിടയുന്ന പാവപ്പെട്ടവന് അല്പം ഭക്ഷണം കൊടുക്കൂ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന് വസ്ത്രം കൊടുക്കൂ, തെരുവില് അന്തിയുറങ്ങുന്ന നിർധനരായ ഒരാൾക്കെങ്കിലും ഒരു വീടോ ഭൂമിയോ കൊടുക്കൂ, രോഗങ്ങളാൽ അലയുന്നവർക്ക്, കരയുന്നവർക്ക് ഒരാശ്വാസവാക്ക് നിങ്ങളും കൊടുക്കൂ. അപ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ആ സംതൃപ്തിയാണ് എൻ്റെ അനുഗ്രഹം. നിനക്ക് എൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ നീ അത് കേട്ടാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണം. എങ്കിൽ മാത്രമേ ഈശ്വരൻ എന്ന് പറയുന്ന ഭഗവാന്റെ, വടക്കനപ്പൻ്റെ അനുഗ്രഹം കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ കോവിഡ് കാലത്തിന് ശേഷം ക്ഷേത്രത്തിന് വടക്കേ പാതയോരത്ത് സഹായം അഭ്യർത്ഥിച്ചിട്ട് എത്തിയ
2021 തെക്കാടുശ്ശേരി രാജേഷ് എന്ന് പറയുന്ന പൂർണ്ണ ഭിന്നശേഷിക്കാരൻ, അവൻ വേദനയോടുകൂടി പറഞ്ഞു, ടിക്കറ്റ് എടുക്കാൻ പണമില്ല, അല്പം പണം ചേട്ടാ തരാമോ, ഒരാഴ്ചക്ക് ഞാൻ തിരിച്ചു തരാം എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ പൈസ കൊടുത്തു. പക്ഷെ അവൻ്റെ ആ മനസ്സ് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അവൻ എന്നെ തേടി പിടിച്ച് ആ പണം തരാൻ പറ്റാത്തതിൻ്റെ വേദന, ദുഃഖം തന്നെയല്ല തുടർന്നുള്ള ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അവൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഭഗവാൻ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നി, നീ ഇവനെ സഹായിക്കൂ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതുപോലെ തന്നെ പുണ്യമാസങ്ങളിൽ സഹോദരന്മാരെ സഹായിക്കുക. അങ്ങനെ എല്ലാ മതസ്ഥിലും എല്ലായിടത്തും മനുഷ്യനെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. ദേവാലയങ്ങളിൽ നിന്ന്, പ്രഭാഷണങ്ങളിൽ നിന്ന്, സൽപ്രഭാഷണങ്ങളിൽ നിന്ന്, ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്ന് എല്ലാം പരിശോധിച്ചപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അത് പ്രാവർത്തികമാക്കുന്നതിന് ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ തോന്നും. പക്ഷെ പ്രാവർത്തികമാക്കുന്നതിന് അതിന് പലരുടെയും സഹായവും ഈശ്വരൻ്റെ അനുഗ്രഹവും വേണം. ഞാൻ ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സാക്ഷാൽ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹത്താൽ ഈ രാജേഷിൻ്റെ ദുഃഖം എൻ്റെ മനസ്സിനെ പല ദിവസങ്ങളും അലട്ടിക്കൊണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ കണ്ട് എൻ്റെ ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, ഈ വിഷയം പറഞ്ഞു. അപ്പോൾ അവൻ അത് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ്, കാരണം ഈ പൈസ കൊണ്ട് കൊടുക്കുക അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ വളരെ താല്പര്യപൂർവ്വം എൻ്റെ പിതാവിൻ്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന ഒരു സ്ഥലമാണ് വളമംഗലം തെക്ക് NSS കരയോഗ ഓഫീസ്. അതിലെ ഇപ്പോഴത്തെ തലമുറയിലെ അതിൻ്റെ പ്രസിഡൻ്റായ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടനൊന്നും അറിയണ്ട, ഞങ്ങളത് കൈകാര്യം ചെയ്തോളാം, ചേട്ടൻ പൈസ തന്നാൽ മതി എന്ന്. എന്തോ അതിൽ ഒരാൾക്ക് ഈ രാജേഷ് എന്ന് പറയണവന് കൊടുക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം വീണ്ടും പൂർണ്ണ ഭിന്നശേഷിക്കാരായ വളമംഗലത്തുള്ള 2 പേര് വന്നു. അത് അങ്ങനെ നടപ്പിലാക്കി. പിന്നത്തെ മാസമാണ് KSS, അതായത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ആ ഗവൺമെൻറ് സർവീസിൽ നിന്ന് വിരമിച്ചവരുടെ ഒരു സംഘടനയുടെ ഭാരവാഹിത്വം കുത്തിയോട് യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് എന്നെ നിയോഗിക്കുകയുണ്ടായി, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് എൻ്റെ ആശയവുമായിട്ട് വളരെ പൊരുത്തപ്പെട്ടു പോകാവുന്ന ഒരു സംഘടനയാണ്. കാരണം എന്താണ്, കേരള സർവീസിൽ കയറിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായി KSR അനുസരിച്ച് രാഷ്ട്രീയം പാടില്ല. അതിന് അക്ഷരപ്രതി പാലിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു സംഘടനാ തലത്തിലുണ്ടെങ്കിലും രാഷ്ട്രീയമായ പ്രതിബദ്ധത പെൻഷൻ ആയതിനു ശേഷം ഞാൻ അത് തുടരുകയാണ്. അപ്പോൾ എൻ്റെ ആശയമായിട്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈശ്വരനെ സാക്ഷി നിർത്തിക്കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനയായിട്ടാണ് എനിക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനിൽ അനുഭവപ്പെട്ടത്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ, അതിൻ്റെ നയങ്ങളിൽ അതുണ്ട്. കാരണം തങ്ങളുടെ സംഘടനയുടെ അവകാശങ്ങളെല്ലാം എടുക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് ഈ സംഘടനയുടെ ഒരു പ്രധാന അജണ്ടയാണ്. അപ്പം നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ രണ്ടാമത്തെ നയങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുത്തത്. അങ്ങനെയാണ് ഈ കുത്തിയോട് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ആയതോടുകൂടി അവിടെ 3 പേർക്കും അങ്ങനെ എന്തോ പ്രത്യേകമായ സാഹചര്യത്തിൽ അവിടുത്തെ അംഗങ്ങൾ 6 പേര് കൂടി അങ്ങനെ 3 മാറി 6 മാറി 12 15 ഇപ്പോൾ 5 പേരുടെ സ്പോൺസർഷിപ്പും 15 പേർക്ക് ഞാനും 10 പൂർണ്ണ ഭിന്നശേഷിക്കാരും ബാക്കിയുള്ളവരും ആയിട്ട് 20 പേർക്ക് കൊടുക്കുക എന്ന് പറയുന്നത്, ഒരു 1000 രൂപ പ്രതിമാസം 20 പേർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് സംഘടനയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അവരുടെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷം, അതാണ് ഞങ്ങളുടെ തൃപ്തി. അപ്പോൾ അത് അങ്ങനെ വലിയ പ്രചരണമോ മറ്റൊന്നും വേണ്ട. സംഘടനയാട്ടെ സർക്കാരാട്ടെ ആരും ഈ കാര്യത്തിനെ പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിൽ പോലും
മാധ്യമങ്ങൾ എൻ്റെ ഈ സൽപ്രവൃത്തി എന്ന് അവർ പറയുന്നു, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവർ വേണ്ടത്ര പ്രചരണവും ഇതുമെല്ലാം കൊടുത്ത് അത് വേണ്ടത്ര പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭക്തിയും കൂടെ കൂടുതലായിരിക്കാം 5-6 പേര് കൂടി എൻ്റെ കൂടെ സഹകരിച്ചു. ഞങ്ങളങ്ങനെ ഇപ്പോൾ 20 പേർക്ക് NSSൽ 3 പേർക്ക് ബാക്കി ഇവിടെയായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതങ്ങോട്ട് കൊടുത്താൽ പോരെ, പിന്നെ എന്തിനാ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്നത്? ഇന്ന് ഭിന്നശേഷി ദിനമായിട്ട് സർക്കാർ ആചരിക്കുന്നു എന്നത് നമ്മുടെ സ്വാഗത പ്രസംഗം, എനിക്ക് നിയമവും ചട്ടവും വലുതായിട്ട് അറിയാൻ പാടില്ല, സ്വാഗത പ്രസംഗം പറഞ്ഞു. ഇത് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റും ഒക്കെ ഇത് ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ വരാമെന്ന് പറഞ്ഞതാണ്. യാദൃച്ഛ്യമായിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴയിൽ ആണ്. അതോടത്ത് ഇന്ന് തൃശ്ശൂർ വെച്ച് ഗവൺമെൻറ് തലത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ്. ഞാൻ ഒരു വിരോധവുമില്ല, അത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്ന് പറയുന്ന 80 വയസ്സുകാരൻ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. എൻ്റെ പിന്നിൽ ഒരു കൂട്ടായ്മയില്ല. അതുകൊണ്ട് എന്നെ സങ്കടപ്പെടുത്തരുത്. അത് മാഡം വേണ്ട പോലെ ചെയ്താൽ ഞാനത് സ്വീകരിച്ചു. എത്ര കൃത്യമാണെന്ന് നോക്കൂ. ആ ഗവൺമെൻറ്റിൻ്റെ ബിന്ദു എന്ന് പറയുന്ന അവർ നേരിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് സമയമില്ലാത്ത നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ വന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം സംഘടിപ്പിക്കാനുണ്ടായ കാര്യം എന്താണ്? ഇന്നത്തെ സർക്കാരിൻ്റെ ഈ നയം തന്നെയാണ് 2-3 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നുന്നത്. എന്താണ്? ഒരാളുടെ നമ്മുടെ ഇന്ന് അവരുടെ അമ്മ വന്നിട്ടുണ്ട്, ബിനേഷ് എന്ന് പറയുന്ന ഒരു പൂർണ്ണ ഭിന്നശേഷിക്കാരൻ്റെ അവിടെ ഞാനും എൻ്റെ കൊച്ചുമകനും കൂടി ഈ പെൻഷൻ കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എന്തിയടാ? അമ്മയുടെ ഇല്ല, അമ്മയുടെ പോയി കല്യാണത്തിന് പോയി. അതെന്താ നിന്നെ കൊണ്ടുപോകാൻ? എന്നെ ആ കല്യാണത്തിനൊക്കെ ആരും കൊണ്ടുപോകാനായിട്ടാ, എന്നെ ഒന്നും ആരും കൊണ്ടുപോകില്ല. ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി, നിന്നെ ഞാൻ വിളിച്ചാൽ നീ വരാമോ? അവൻ നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞു, ഞാൻ വരും. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞു, അമ്മ അനുവദിക്കണം, അമ്മ കൂടെ വേണമെന്ന് പറഞ്ഞു. അമ്മയെ കണ്ടു പറഞ്ഞപ്പോൾ അമ്മ. തുടർന്ന് നാളികാട്ടുള്ള ചിറയിൽ ശശിധരൻ എന്ന് പറയുന്ന ഈ ആദ്യകാലം മുതൽ കൊടുക്കണ 50 അദ്ദേഹത്തിൻ്റെ അമ്മയും അല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും കൂടെ ഉണ്ട്. അവനോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്, ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. അപ്പോൾ ഈ ഭിന്നശേഷിക്കാരെ നമ്മുടെ ആഘോഷ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ള ദുഃഖം സർക്കാർ പല രേഖകളിലും പത്രത്തിൽ കൂടെ അറിഞ്ഞുവെങ്കിൽ ഞാൻ ഇവരുടെ വേദന, അവിടെ ഹൃദയത്തിൻ്റെ വേദന നേരിട്ടറിഞ്ഞവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ആരെന്തെല്ലാം തടസ്സപ്പെടുത്തിയാലും ശരി, ഞാൻ ഈ ഭിന്നശേഷിക്കാരെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് സ്വീകരിച്ച് അവരെ ആദരിക്കും, അവരെ അംഗീകരിക്കും. അത് ഒരു സർക്കാർ തലത്തിലുള്ള ആധികാരികമായ വേദിയിൽ വെച്ച് തന്നെ അവരെ സ്വീകരിക്കും. അവർക്ക് വേണ്ടത്ര പിന്നെ സമ്മാനങ്ങളും ഒക്കെ കൊടുക്കും എന്നെൻ്റെ മനസ്സിൽ തോന്നിയത് മാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സാക്ഷാൽ നരസിംഹമൂർത്തി പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭിന്നശേഷിക്കാരെ നിന്റെ വീട്ടിലേക്ക് സ്വീകരിച്ച് പൂച്ചെണ്ട് കൊടുത്തവരെ ആദരിക്കൂ, അതാണ് നിനക്ക് ചെയ്യാവുന്ന നല്ല കാര്യം എന്ന് ഞാൻ അദ്ദേഹം എൻ്റെ മനസ്സിൽ തോന്നിച്ചു. ഞാൻ അങ്ങനെ ചെയ്തു. 2022-ലും 2023-ലും അങ്ങനെ ഈ കാര്യങ്ങൾ നടന്നു. പല കാര്യങ്ങളും ഇവിടെ ദുഃഖമെന്ന് പറയട്ടെ, ആ 2 പരിപാടിയിലും പങ്കെടുത്ത 2 പേര് എന്ന് നമ്മുടെ അനുശോചനത്തിൽ പറഞ്ഞതാണ്, അവരുടെ പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ വർഷം ഈ ദിവസം കഴിഞ്ഞ ഡിസംബർ 31-നായിരുന്നു. ഈ ദിവസം എടുക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, സർക്കാർ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, അതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഒരു സാധാരണക്കാരനായ പെൻഷനർ ഒരു സംഘടനയുടെ സഹകരണത്തോടു കൂടി ഈ ഭിന്നശേഷി ദിനാചരണം നടത്തുക എന്നത് അപൂർവ, ഒരു പക്ഷേ കേരളത്തിൽ വേറെ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിന് വേണ്ടത്ര രീതിയിൽ സർക്കാരോ പ്രോത്സാഹിക്കുകയോ, എനിക്ക് പ്രോത്സാഹനം ആവശ്യമില്ല. മറ്റുള്ളവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സർക്കാരോ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ വരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ സംഘടിപ്പിച്ചത്. ഏതായാലും ഇവിടെ കൂടുതലായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വിജയലക്ഷ്മി ഉണ്ട്,
അതുപോലെ തന്നെ പ്രസാദ് സാറുണ്ട്. പിന്നെ ആശംസകൾ ഞാനങ്ങനെ പ്രത്യേക പേരുകളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ആശംസകൾ പറയുന്നവർ, അത് എന്താണ് ആശംസ? ആശംസ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുടെ നയങ്ങൾ കൂടുതൽ പേര് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനമായ ആശംസകളാണ്. അത് പറയാനുള്ളവർക്ക് അതിനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഞാനധികം നീട്ടുന്നില്ല. എൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ക്ഷണിച്ച് പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടിയുണ്ട്. ഈ തവണ ഇങ്ങനെ കൂടുതൽ ആൾക്കാരെ വിളിക്കാൻ കാരണം മനുഷ്യനെ സ്നേഹിക്കുക എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടന്നു പോന്ന 2/12/44 ഞാൻ ജനിച്ചത്. ആ കടന്നു പോകുന്ന വഴികളിൽ എറണാകുളത്ത് ജോലി അന്വേഷിച്ചപ്പോൾ ആശാങ്കളെ പഠിപ്പിച്ച കണിയാനാശാൻ മുതൽ എന്നെ 10ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ച ആരാധ്യയായ എല്ലാം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഗൗരിയമ്മ ടീച്ചർ വരെയുള്ള ഗുരുഭൂതന്മാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, അങ്ങനെ ഒരുപാട് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഇവരെല്ലാവരുടെയും സഹായവും സഹകരണവും കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. എൻ്റെ 81ാമത്തെ വയസ്സിൻ്റെ ആദ്യത്തെ ദിവസമാണിന്നത്. അതുകൊണ്ട് എൻ്റെ ഈ 81ാമത്തെ ദിവസം നിങ്ങളെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്കെല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ആരും എനിക്ക് ശത്രുക്കളില്ല. എല്ലാവരെയും സ്നേഹിക്കാനാണ്. ഇതുപോലെ എന്തെങ്കിലും ആൾക്കാരുടെ ഉള്ളിൽ ആശയമുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ശ്രീമദ് ഭഗവത്ഗീത വായിക്കൂ, രാമായണം വായിക്കൂ, നാരായണീയം വായിക്കൂ, ബൈബിൾ വായിക്കൂ, ഖുർആൻ വായിക്കൂ. അതിലെല്ലാം എന്താണ് പറയുന്നത്? ആരും ശത്രുക്കളാകാൻ പാടില്ല, പ്രവർത്തിക്കുക. എങ്കിൽ മാത്രമേ സമൂഹത്തിന് നല്ലതാവുള്ളൂ. ആ സ്നേഹത്തോട് കിട്ടുന്ന അതിൻ്റെ സന്തോഷം ഒന്ന് വേറെയാണ്. അപ്പോൾ ഈ 80 കഴിഞ്ഞ് 81ാമത്തെ ദിവസം, ആദ്യ ദിവസം നിങ്ങളെ എല്ലാവരെയും വഴിയിൽ വെച്ച് കണ്ടു പറഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് എൻ്റെ ഈ ജീവിതത്തിന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തിനുപരി നിങ്ങളെപ്പോലെയുള്ള നിസ്സാര കാര്യങ്ങളല്ല. എന്ന് നമുക്കിവിടെ കാറ് കയറിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി, എന്നെ ജോലിക്ക് വേണ്ടി, ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഓരോ സമയത്തും ഓരോ ആൾക്കാരും എന്നെ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ഇങ്ങനെ ഒരു പൊതുവേദിയിൽ വെച്ച് നന്ദി പറയുക എന്നുള്ളതാണ് ഈ യോഗത്തിൽ എല്ലാവരെയും വിളിക്കാൻ കഴിഞ്ഞ 2 കൊല്ലത്തിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ 81ാമത്തെ വയസ്സിൻ്റെ ആദ്യ ദിനം നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് കാണുക എന്നൊരു ആഗ്രഹത്തിൻ്റെ പിന്നിൽ കൂടിയാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ചത്. ഈ യോഗത്തിലേക്ക് വന്ന നിങ്ങളെ എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ തന്നെ സ്നേഹം പകരുന്നു. തുടർന്നുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ്. താങ്ക് യു. അടുത്തായി നമ്മുടെ ഉദ്ഘാടക പ്രസംഗം നടത്താനായി ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി അവരെ ക്ഷണിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഭാസ്കരൻ നായർ സാർക്ക് ഇന്നലെയായിരുന്നു ജന്മദിനം. എന്നാലും വൈകിയ വേളയിൽ ജന്മദിന ആശംസകൾ നേരുകയാണ്. ഇന്ന് ഭിന്നശേഷി ദിനമാണ്. ഭിന്നശേഷി ദിനത്തിൻ്റെ ഈ യോഗം എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് അതിയായ സന്തോഷമുണ്ട്. സാറിൻ്റെ വീട്ടിൽ, ഭാസ്കരൻ നായർ സാറിൻ്റെ വീട്ടിൽ വരാൻ സാധിച്ചു. എല്ലാത്തിനും വടക്കനപ്പനും നന്ദി പറയുന്നു. എന്നെ ക്ഷണിച്ച നമ്മുടെ മൃദംഗ വിദ്വാൻ തുറവൂർ ശൈലേഷ് ചേട്ടൻ, മരുത്തുവാരോട്ടം ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, ഗായകൻ, എന്നെ ക്ഷണിച്ച ഭാസ്കരൻ നായർ സാർ, പ്രസാദ് ചേട്ടൻ, ചേർത്തല രാജേഷ് ചേട്ടാ, സഹിച്ചേട്ടാ, നമസ്കാരം. അപ്പം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഭിന്നശേഷി ദിനമായി ഇന്ന് എനിക്ക് പറയാനുള്ള അവർക്കും, അതായത് സമൂഹത്തിന് നന്മ ചെയ്യുവാനുള്ള ഭാസ്കരൻ നായർ സാറിൻ്റെ മനസ്സിനെ ഞാൻ നമിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട്, ഈ യോഗത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ ഭിന്നശേഷി ദിന യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സാർ എന്തെന്നാ ഭഗവത്ഗീതയിൽ പറയുന്നത്? ഇതം ശരീരം കൗന്ദേയ എന്നൊക്കെ പറയുന്നത്. അതുപോലെ പരോപകാരാർത്ഥം ഇതം ശരീരം കൗന്ദേയ എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു.
കയ്യടി പോരാട്ടോ, നല്ലൊരു കയ്യടി കൂടി ആവട്ടെ. നമുക്ക് നമ്മുടെ ആദരവ് അർപ്പിക്കുന്ന ഒരു ഷാളണിച്ചർപ്പിക്കുന്നതിനായി ശ്രീമതി ജയശ്രീ എൻ ജി ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിക്ക് നമ്മുടെ ആദരവ് അറിയിപ്പിക്കുന്നതിനായി ഷാളണിച്ച് ആദരവ് ഒരു കാര്യം മറന്നുപോയി. MLA-യും നമ്മുടെ പ്രിയ ഗായികയുമായി ഡെലിമ മേഡത്തിന് നന്ദി പറയുന്നു. പറഞ്ഞില്ലയോ സംശയം. ഡെലിമ മേഡത്തിന്റെ ആ പാട്ട് കേട്ടപ്പോൾ ജാനകിയമ്മയുടെ പാട്ട് കേൾക്കുന്ന അതേ ഫീൽ തന്നെ. എന്ത് മനോഹരമായി പാടി. പിന്നെ ഈശ്വര പ്രാർത്ഥന പാടിയ ചേച്ചി വളരെ നന്നായിട്ട് പാടിയിട്ട്. കൂട്ടത്തിൽ നമ്മുടെ ഒരു സ്നേഹോപകാരം അർപ്പിക്കുന്നതിനായി ശ്രീമതി ജ്യോതിലക്ഷ്മി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ക്ഷേമ പെൻഷൻ 5ാം വർഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ M പ്രസാദ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും എൻ്റെ സുഹൃത്തുമായ ഭാസ്കരൻ നായർ സാർ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഗാന ഗോകുലം വൈക്കം വിജയലക്ഷ്മി മാഡം, ഇവിടുന്ന് നമ്മുടെ മുൻകൂട്ടി സംസാരിച്ച് അനുവാദത്തോടുകൂടി ഇറങ്ങിപ്പോയ നമ്മുടെയൊക്കെ എല്ലാവർക്കും പ്രിയങ്കരിയായ നമ്മുടെ MLA ദിലീമ ജോജോ, KSSP ബ്ലോക്ക് സെക്രട്ടറി ശ്രീ പ്രകാശൻ, വളമംഗലം കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മധു, മറ്റ് ഇവിടെ ക്ഷണിതെത്തിയിരിക്കുന്ന ആദരണീയരെ, പ്രിയമുള്ളവർ, ഇന്ന് 2 പ്രധാനപ്പെട്ട ദിനങ്ങളിലാണ് നമ്മളിവിടെ ഒന്നിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമുക്കെല്ലാം പ്രിയങ്കരനായ ഭാസ്കരൻ നായരുടെ ആരോടും പറഞ്ഞില്ല, ഇവിടെ വെച്ച് ഡിക്ലെയർ ചെയ്തതാണ് 80ാം പിറന്നാൾ ഇന്നലെയായിരുന്നു. വളരെ രഹസ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അദ്ദേഹം നമ്മളെയൊക്കെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു ഡിക്ലറേഷൻ അങ്ങ് നടത്തിയതായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്, എൻ്റെ സുഹൃത്തിന് 80 വയസ്സ് പൂർത്തീകരിച്ച അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ജഗദീശൻ നൽകട്ടെ, ഇനിയുള്ള ജീവിതവും സന്തുഷ്ടമാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് അന്തർദേശീയ വികലാംഗ ദിനമാണ്. ഈ നമ്മളിത്തെ സഹോദരങ്ങളെ, അവർക്ക് ജന്മനാ ചില പ്രയാസങ്ങൾ വന്നു എന്നല്ലാതെ നമ്മളിനേക്കാൾ ഒട്ടും കഴിവ് കുറഞ്ഞവരല്ല. പലരെയും നമ്മൾ പഠിച്ചാൽ അറിയാം. ഇപ്പോൾ അധികം നിന്നും പോകണ്ട, നമ്മുടെ വേദിയിലുള്ള ഗാനഗോകുലം തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. എത്ര അനുഗ്രഹീതയാണ്. ഇപ്പം നമ്മളെ ഒരു നിമിഷം നമ്മളെല്ലാം ഈ ലോകത്തു നിന്നൊന്ന് ഉയർത്തിപ്പിടിച്ചില്ലേ, നമ്മുടെയൊക്കെ കഷ്ടതകളും ചിന്തകളും ഒക്കെ മറന്ന് നമ്മളൊരു അല്പനിമിഷം, അതൊരു വലിയ കഴിവല്ലേ. ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തരെയും എടുത്ത് നോക്കും. ഇവിടെ ഫ്ലൂട്ട് വായിച്ചു സഹോദരി, എല്ലാവരും നമ്മളെയൊക്കെ കഴിവുള്ളവരായി. നമ്മൾ വലിയ എല്ലാം തികഞ്ഞവർ എന്ന് വിചാരിക്കാൻ വെറുതെയാണ്. നമ്മളിങ്ങനെ ധരിച്ചു വെച്ചിരിക്കുക നമുക്കെല്ലാം ഉണ്ടല്ലോ. നമ്മൾ പലർക്കും ഒന്നുമില്ലാത്തവരാണ്. കാരണം നമ്മളെക്കാളൊക്കെ മികവുറ്റ പല കാര്യങ്ങളും നേടുന്ന ധാരാളം സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ നമ്മൾ ഭിന്നശേഷിക്കാരെന്നോ വികലാംഗനെന്നൊക്കെ ഒരു കാര്യമില്ല. പക്ഷേ അവർക്ക് വേണ്ട പ്രോത്സാഹനം, ഇപ്പോൾ ഭാസ്കരൻ നായർ സാറിനെ പോലെ ഇങ്ങനെ കൊടുക്കുവാൻ എത്ര പേർക്ക് സാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം പറയും പോലെ വിചാരിച്ചാൽ പലർക്കും സാധിക്കുന്നതാണ്. പക്ഷെ ആ ഒരു മനസ്സ്, ആ ഒരു സാഹചര്യം അപൂർവങ്ങളിൽ അപൂർവമാണ്. അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, പ്രശംസിച്ചേ പറ്റൂ. ഞങ്ങൾ രണ്ടുപേരും തുറവൂരുകാരല്ല. ഇദ്ദേഹം ഇപ്പോൾ കുത്തിയോട് പഞ്ചായത്തിലാണ് താമസിക്കുന്നെങ്കിലും ഇവിടുത്തുകാരനല്ല സത്യത്തിൽ. ഞങ്ങൾ രണ്ടുപേരും വളമംഗലത്തുകാരാണ്. ഞങ്ങൾ അയൽക്കാരാണ്. ചെറുപ്പത്തിലെ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. പിന്നെ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തവർ, റിട്ടയർ ചെയ്ത് ഒരേ സംഘടനയിലെ പ്രവർത്തകരായി. രണ്ടുപേരും ആ സംഘടനയുടെ ഭാരവാഹിത്വവും ഏറ്റെടുത്ത് എങ്ങനെ പ്രവർത്തിക്കും. വയസ്സാം കാലത്ത് ഞങ്ങൾ അതിലെങ്ങനെ ഒരുമിച്ച് പോവുകയാണ്. കഴിഞ്ഞ വർഷവും എന്നെ ഈ പരിപാടിക്ക് അദ്ദേഹം ക്ഷണിച്ചിരുന്നു. പക്ഷേ എനിക്ക് മറ്റെന്തോ ചില കാര്യങ്ങൾ ഇവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഇദ്ദേഹം വിളിച്ചപ്പോൾ ഇത്തോടെ പറഞ്ഞു, ഇതോടെ വരാതിരിക്കേണ്ട പ്രസാദം.
ഞാൻ പറഞ്ഞു പരമാവധി ഞാൻ ശ്രമിക്കും. അങ്ങനെ ഏതായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് എനിക്കിവിടെ വരാൻ ആ ഒരു ഭാഗ്യമുണ്ടായി. ഏതായാലും ഇത്തരം പരിപാടികൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ കുറേ എല്ലാം തന്നെ അദ്ദേഹം തന്നെ വിശദീകരിച്ചു. അതൊരു ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും തുക, ഇപ്പോൾ 1000 രൂപ വെച്ച് പ്രതിമാസം 12 പേർ 15 പേർക്ക് കൊടുക്കുന്നു. 15,000 രൂപ ഒരു മാസം. അദ്ദേഹത്തിൻ്റെ വരുമാനം പെൻഷനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും പെൻഷനുണ്ട്. അതിൽ നിന്ന് നീക്കി എടുത്തങ്ങ് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ടേ ബാക്കി ആരും ഉള്ളൂ. സ്വന്തം കാര്യമൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ ചിലവത അല്ലേ? അപ്പോൾ ആദ്യത്തെ ചിലവത അതൊരു മനസ്സാണ്. അതങ്ങനെ എല്ലാവർക്കും ലഭ്യമാകുന്നൊരു സാധനമല്ല. ഇപ്പം അദ്ദേഹം തന്നെ അതിൻ്റെ സാഹചര്യം പറഞ്ഞു. സാക്ഷാൽ വടക്കനപ്പൻ്റെയും സുദർശനമൂർത്തിയുടെ അനുഗ്രഹം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട് ആ കാര്യത്തിൽ. നമുക്കിവിടെ ഇരിക്കുന്ന എനിക്കും പലർക്കും അറിയാം. നമ്മളൊക്കെ ആ തിരുനടയിൽ വെച്ച് കണ്ടുമുട്ടുന്നവരാണ്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിനുണ്ടായ ആ ഒരു അനുഗ്രഹം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ആ അനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ ഇത്രയും വലിയ കാര്യങ്ങൾ, ഇത് ചെറിയ കാര്യമൊന്നുമില്ല. നമ്മളന്ന് ഓരോരുത്തരും അല്പനേരം നമ്മളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ആലോചിച്ചാൽ മതി അതിൻ്റെ വലിപ്പം അറിയാൻ. നമുക്കൊക്കെ വരുമാനമുണ്ടല്ലേ. ഇപ്പം ഞാനും പെൻഷൻകാരനായി ഇങ്ങനെ പലരും പെൻഷൻകാരുണ്ട്. അങ്ങനെ നിശ്ചിത വരുമാനം കൃത്യമായി ട്രഷറിയിൽ നിന്ന് കിട്ടുന്നവരാണ്. ഇന്ന് വരെ അതിന് മുടക്കമൊന്നും വന്നിട്ടില്ല, കുറവും വന്നിട്ടില്ല, കൂടുതലേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ആരുണ്ട് ഇതിങ്ങനെ ഒരു മാസം 15,000 രൂപ അല്ലെ പോട്ടെ, അതിലും കുറച്ചൊരു രൂപ ഇതിലേക്ക് നീക്കി വെക്കാൻ, ഇങ്ങനൊരു കാര്യത്തിന്, ഒരു സൽക്കർമ്മത്തിന് വേണ്ടി നീക്കി വെക്കാൻ സന്നദ്ധരാകുന്നവർ? നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോലെ കാര്യങ്ങളുമല്ല. ഒരു കുടുംബസ്ഥനാണ് അദ്ദേഹവും, ഗൃഹസ്ഥനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ചുമതലകൾ എനിക്കറിയാം. അപ്പം ചിലപ്പോൾ എന്നോട് പറയുവേ, ഞാനിപ്പോൾ ഇതിൽ നിന്നൊക്കെ മോചിതനാണ്. കാരണം അദ്ദേഹത്തിന് 2 പെൺകുട്ടികളായിരുന്നു, അവരെല്ലാം കല്യാണം കഴിച്ചു. അവരൊക്കെ ദൈവാധീനം കൊണ്ട് നല്ല നിലയിൽ 2 പേരും കഴിയുന്നു. വേറെ കുട്ടികളുമൊക്കെ നല്ല നിലയിലാണ് ആയി വരുന്നു. അപ്പോൾ പറയും എനിക്കിനിപ്പോൾ ആരെയും, പക്ഷേ എന്നാലും അദ്ദേഹം എല്ലാ ചുമതലകളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളാണെന്നും എനിക്കറിയാം. അതിലൊന്നും ഒട്ടും പുറകോട്ട് പോകുന്നില്ല. അവിടെയൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ആ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ഒരു ബഡ്ജറ്റിൽ ആദ്യത്തെ ഐറ്റം, മന്ത്ലി എക്സ്പെൻസിൻ്റെ ബഡ്ജറ്റിൽ ആദ്യത്തെ ഐറ്റം ഈ കർമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കും. അതാണ് കാര്യം. നമുക്കത് സാധിക്കാൻ, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ, ഇതെല്ലാം ഞാൻ എൻ്റെ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് മിച്ചം വരികയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആർക്കും നടക്കില്ല. കാരണം നമുക്കൊക്കെ ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനുഷ്യസഹജമാണ്. ഇന്നത്തെ നമ്മൾ വിചാരിക്കാത്ത ഇന്ന് പല കാര്യങ്ങളും നമ്മൾ ഒരു പരിപാടിയില്ലെന്ന് വിചാരിക്കുമ്പോൾ നാളെ വേറൊരു ആവശ്യം വന്നു വിടും. അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. ആ ബഡ്ജറ്റിൽ ഫൈനാൻസിൻ്റെ ആദ്യത്തെ ഐറ്റം ഇതാണ്. അത്ര പ്രാധാന്യം നൽകി ഈ കർമ്മം നടത്തുന്ന ഭാസ്കരനാർക്ക് ജഗദീശൻ എല്ലാവിധത്തിലും അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബവും എല്ലാ അംഗങ്ങളും വളരെ സന്തോഷത്തോടെ ഇനിയുള്ള ജീവിതവും കഴിഞ്ഞു പോകാൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഇവിടെ പറയാനുള്ളത്. ഇത്രയും വലിയ ചടങ്ങുകൾ, ഇന്നിവിടെ കാണുന്ന ചടങ്ങ് തന്നെ നിസ്സാരമാണ്. ഇത് അദ്ദേഹം സൂചിപ്പിച്ചു, ഇവിടെ ആരുടെയും സപ്പോർട്ടില്ല, ഒരു സംഘടനയുടെ സപ്പോർട്ടോ വേറെ ആരുടെയും ഇല്ല, ഒറ്റയ്ക്കാണ്. അപ്പോൾ അത്രയ്ക്ക് ആ കാര്യത്തിൽ അർപ്പണബോധത്തോടെ ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുവാൻ ഇവിടെ ഈ ചെയ്ത സന്മനസ്സിന്, അദ്ദേഹത്തിൻ്റെ സന്മനസ്സിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, നമ്മളുടെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി വല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാ വിധത്തിലും അദ്ദേഹത്തെയും കുടുംബത്തെയും ജഗദീശൻ, പ്രത്യേകിച്ച് നരസിംഹമൂർത്തിയും സുദർശനമൂർത്തിയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി ശ്രീ എം പ്രസാദ് സാർ. ഈ അവസരം ഒരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടുത്താനായിട്ട് എടുക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ താമസം ചേർത്തലയിലാണ്. 7ാം ക്ലാസ് വരെ സ്പെഷ്യൽ സ്കൂൾ പഠനശേഷം സാധാരണ സ്കൂൾ വിദ്യാഭ്യാസം നേടി. ഡിഗ്രിയും PG യും കഴിഞ്ഞ് സോഷ്യൽ സർവീസിൽ BEd എടുത്തു. കാറ്റഗറി 2ും 3ും പാസ്സായിട്ടുണ്ട്. സ്കൂൾ തലം മുതൽ സംഗീതം അഭ്യസിച്ചു വരുന്നു. കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ശ്രീ വരേക്കാട്ട് രാജേഷ് സാറിൻ്റെ
വാരനാട് രാജേഷ് സാറിന്റെ ശിഷ്യനായി സംഗീത പഠനം ആരംഭിച്ചു. സംഗീത കച്ചേരികളും ഗാനമേളയിലും പാടുന്നു. ആകാശവാണിയിലും ഏഷ്യാനെറ്റിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സോപാന സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയലിൻ അഭ്യസിച്ചു വരുന്നു. നമുക്ക് നല്ല കയ്യടിയോടുകൂടി ശ്രീ അഖിൽ സുധികുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. താങ്ക് യു. നമുക്ക് നല്ല ഒരു കയ്യടി കൊടുക്കാം. എല്ലാവരുടെ കയ്യടിയാണ് ഇവരുടെ പ്രോത്സാഹനം. ഒരു ഷോൾ അണിയിച്ച് നമ്മുടെ ആദരവ് അർപ്പിക്കുന്നതിനെ ശ്രീമതി ജയശ്രീ ക്ഷണിക്കുന്നു. അടുത്തത് ക്ഷേമ പെൻഷൻ വിതരണമാണ്. അത് സ്പോൺസർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരെന്ന് ഞാൻ വായിക്കാം. പെൻഷനേഴ്സ് യൂണിയൻ അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ KV കൃഷ്ണകുമാർ, ഖജാൻജി ശ്രീമതി വിതരണം ചെയ്ത സ്പോൺസേഴ്സ് ഇവരൊക്കെയാണ്. ശ്രീ KV കൃഷ്ണകുമാർ ഖജാൻജി, ശ്രീമതി ശാന്തകുമാരി ദേവി കാർത്താനി നിവാസ് തുറവൂർ, ശ്രീമതി രേണുകാദേവി പുത്തൻപള്ളിയിൽ തുറവൂർ, ശ്രീമതി പങ്കജകുമാരി ശ്രീനിലയം തുറവൂർ, ശ്രീമതി ശാന്തമ ബി മയൂഖം തുറവൂർ. ഇത് വിതരണം ചെയ്യുന്നതിനായി സെക്രട്ടറി പെൻഷനേഴ്സ് യൂണിയൻ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ R രാജമണി സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അവരുടെ പേരും വായിക്കുന്നതിനായി അധ്യക്ഷനെ ഏൽപ്പിക്കുന്നു. നമ്മുടെ പെൻഷനേഴ്സ് യൂണിയനാണ്. പെൻഷനേഴ്സ് യൂണിയൻ, അതായത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുത്തിയോട് യൂണിറ്റിൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഞാൻ ആരംഭിച്ച ഈ സാമൂഹിക ക്ഷേമ പെൻഷൻ 2021 ആരംഭം കുറിച്ചത്. അതിൻ്റെ അന്ന് ഇതൊരു പ്രോത്സാഹനമായി തോന്നുകയും സ്വമേധയാ അതാണ് ശരിയായ രീതി. എന്താണെന്ന് വെച്ചാൽ ആരുടെ നിർബന്ധമോ സമ്മർദ്ദമോ, ഞാൻ പറഞ്ഞു ആരുടെ ഒരു ഇഷ്ടമില്ല, ഞാൻ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റാൾ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നുന്നെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ സ്വന്തം മനസ്സോടുകൂടി യാതൊരു ഇതുമില്ലാതെ ആദ്യം ഞാൻ സെക്രട്ടറി രാജാമണിയും ഖജാൻജി കൃഷ്ണകുമാറും സാറും കൂടി ഞങ്ങൾ ചെന്ന് സമീപിച്ചപ്പോൾ മനസ്സോടുകൂടി അതിന് വാഗ്ദാനം ചെയ്ത ആദ്യത്തെ ഒരാളാണ് നമ്മുടെ ശാന്തകുമാരി ദേവി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു ടീച്ചറായ പാട്ടോളങ്ങളുള്ള രേണുകാദേവി, പിന്നെ സരസ്വതി ദേവി, പിന്നെ പങ്കജകുമാരി, നമ്മുടെ മയൂഖത്തിലെ ശാന്തമ്മ, നമ്മുടെ ഖജാൻജി കൃഷ്ണകുമാർ. ആദ്യത്തെ വർഷം സെക്രട്ടറി കൊടുത്തു. പിന്നെ സെക്രട്ടറി അതിന് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊടുക്കുന്നില്ല. എങ്കിലും ഇപ്പോൾ 5 പേരുണ്ട്, 15 പേർക്ക് ഞാൻ, അങ്ങനെ 20 പേർക്കാണ് കൊടുക്കുന്നത്. അത് 3 പേർക്ക് NSS കരയോഗം, അവിടെ നമുക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല, കാരണം അവരാണ് ഇതിന് തുടക്കമിട്ടത്. എൻ്റെ അച്ഛൻ്റെ പേരിലിട്ടത് അവരാണ്. അവരിപ്പോഴും അത് വളരെ കൃത്യമായിട്ട് ചെയ്യണം. അതിന് നേതൃത്വം കൊടുക്കുന്നത് മധുവാണ്. അപ്പോൾ അത് ഇവിടെ കുത്തിയോട് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നത് ശശിധരൻ നികർത്തിൽ നാളികാട്ട്. പിന്നെ ശ്രീദേവി ഉണ്ടല്ലോ. ഇവരെല്ലാം എൻ്റെ സ്വന്തം പോലെ, അവരുടെ പേര് പോലും എനിക്കിപ്പോൾ ബൈഹാർട്ടാണ് ഈ 4 കൊല്ലം കൊണ്ട്. പിന്നെ ശശിധരൻ എന്ന് പറയുന്ന ആൾക്ക് ഇന്നിവിടെ വരാൻ പറ്റിയിട്ടില്ല. അവർ ശ്രീദേവിയെ അല്ലെങ്കിൽ ശരണ്യ ആരെങ്കിലും സദസ്സിലെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിലാണ് നമ്മുടെ ഗാനഗോകുലം വിജയലക്ഷ്മി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ പോകേണ്ടതുകൊണ്ട് അവരെ നമുക്ക് നിറഞ്ഞ അനുഗ്രഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ വന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവരെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് യാത്രയേക്കാം. തുടർന്ന് പരിപാടി നടക്കുന്നതാണ്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ചെമ്പൈ സംഗീതോത്സവമാണ്. വിജയലക്ഷ്മിയെ പോലെയുള്ളവർ ഇല്ലാതെ അത് നടക്കുമോ? അതുകൊണ്ട് പോയേ പറ്റൂ. ശശിധരൻ്റെ മകളാണ്. ഈ മകളെയും ശശിധരൻ്റെ ഭാര്യ ശ്രീദേവിയെയും നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. കാരണം അവർ സഹിക്കുന്ന ത്യാഗവും ദുഃഖവും
എല്ലാ മാസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത, ഇവർക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീട്ടിലാണ് അവരുടെ താമസം. ഈ യൂണിയൻ്റെ ഖജാൻജി കൃഷ്ണകുമാർ സാറിനും എൻ്റെയും ഒരു അഭിലാഷമായിരുന്നു ഇവർക്കൊരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട കുത്തിയോട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സഹായത്തോടെ അവിടെ നിന്ന് കിട്ടുന്ന ലൈഫിൻ്റെ 4 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് ബാക്കി ഞങ്ങളുടെ പലരുടെയും സഹായത്തോടു കൂടി ആ വീട് അവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഉടൻ തന്നെ അതിൻ്റെ ഗൃഹപ്രവേശന കർമ്മം നടക്കുന്നതാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ആ ശരണ്യെ ശശിധരന് വേണ്ടി പെൻഷനും മറ്റു വസ്ത്രവും വാങ്ങിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് യൂണിറ്റ് സെക്രട്ടറി രാജാമണി നൽകപ്പെടുന്നു. ശരണ്യയുടെ വേദന നമുക്ക് പങ്കുവയ്ക്കുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ +2 ആയി കഴിഞ്ഞതാണ്. ആ കുട്ടിക്ക് തൊണ്ട ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അത് ഒഴിവാക്കിയിരിക്കുകയാണ്. അടുത്തത് ദിനേശ് പൂട്ടുങ്കൽ. ഉഷ ഇത് ഈ ദിനേശിൻ്റെ അമ്മയെ നമ്മൾ നിറഞ്ഞ കൈയോടുകൂടി അഭിനന്ദിക്കണം. കാരണം ഈ കുട്ടി നല്ലൊരു ചെറുപ്പക്കാരനാണ്. അരയ്ക്ക് കീഴോട്ട് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി അവൻ ചേട്ടാ എന്നവൻ്റെ വിളി കേൾക്കുമ്പോൾ തന്നെ എനിക്കെല്ലാം. അപ്പോൾ ആ ഉഷയെ നമുക്ക് നിറഞ്ഞ കൈയോടുകൂടി നല്ല ആ മനസ്സിന് ആ ചെയ്യുന്ന ത്യാഗത്തിന് ഒരു അമ്മ മകനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത്. അതുകൊണ്ട് ഉഷ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ മകനെ ഈ ലോകം ആദരവോടെ സന്തോഷത്തോടെ അവൻ്റെ സുഖത്തിന് വേണ്ടി എല്ലാവരും പിന്നിലുണ്ടാകും. അത് ഈ ഭിന്നശേഷി ദിനത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. അവരെല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. അതുകൊണ്ട് സന്തോഷമായിട്ട് ഈ ചെറിയ പാരിതോഷികം സ്വീകരിക്കുക. അടുത്തതായിട്ട് ദിലീപ് കുമാറാണ്. ദിലീപ് കുമാർ മുഹമ്മക്കാരനാണ്. ശ്രീ നരസിംഹമൂർത്തിയുടെ ശ്രീസന്നിധിയിൽ വെച്ച് എൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അദ്ദേഹം എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഉണ്ട്. പുള്ളി ഇതുപോലെ തന്നെ മുച്ചക്ര വാഹനത്തിലാണ് തുറവൂരിൽ നിന്ന് തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ദിലീപ് ഞാൻ വടക്കേ നടയിൽ നിൽക്കുമ്പോഴാണ് പറന്നു വന്നത്. എന്താണ് ചേർത്തല എന്താ വിൽക്കാതെ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കാകെ ഒരു മകനേ ഉള്ളൂ, അവനൊരു മാസം മരുന്നിന് 4000 രൂപ കൊടുക്കണം. അത് തിരുവനന്തപുരത്താണ്. അത് പൂർണ്ണമായ വർഷവും കൊടുത്തെങ്കിൽ മാത്രമേ രോഗം ഭേദമാകുള്ളൂ. സാറേ, മരുന്ന് മേടിക്കാൻ കാശ് തികഞ്ഞിട്ടില്ല, അത് കടം മേടിക്കാനായിട്ട് ഞാൻ പറക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് അല്പം പൈസ കൊടുത്തു. അതുകൂടാതെ നമ്മളെ പ്രഹ്ലാദ എന്ന് പറയുന്നവരോട് അവർ മരുന്നിന് ഉള്ള ഏർപ്പാട് ചെയ്യുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിലീപിന് നരസിംഹമൂർത്തിയുടെ സഹായവും എപ്പോഴും ഉണ്ടാകും എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഈ ചെറിയ ഇത് കൊടുക്കാം, അത് സ്വീകരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്തത് സാബത്ത് വാഴത്തോപ്പ്. ഈ സാബത്തും മുച്ചക്രവണ്ടി നട കളവങ്കോടുത്ത് കാരണമാണ്. നമ്മുടെ കിഴക്കേ നടയിൽ ഇപ്പോഴാണ് സാബത്ത് എന്നോട് പറയുന്നു, സാറേ ഒരു ടിക്കറ്റ് എടുക്കാവോ എന്ന്. അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. ആ സാബത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ. ഞങ്ങളുടെ ഈ പെൻഷൻ സംഘടനയുടെ സഹകരണത്തോടുകൂടി നൽകുന്ന ഈ ചെറിയ ഇത് സ്വീകരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാവുന്ന ഒരാളാണ് രാജേന്ദ്ര പ്രസാദ്. ആദ്യ കൊല്ലം ഞാനും എൻ്റെ മരുമകൻ രഞ്ജിത്തും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതാണ്. 2000 ഇവിടെ വരികയും ഇതിലെ ഫോട്ടോയിലും ഒക്കെ അദ്ദേഹമുണ്ട്. പക്ഷേ അദ്ദേഹം ഈ കഴിഞ്ഞ ഒക്ടോബർ 1 നമ്മളിൽ നിന്ന് വിട പറഞ്ഞു.
അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞാൻ ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ എന്ത് ത്യാഗമാണ് അവർ സഹിക്കുന്നത്. ആ ഭവതിയെ ഈ വേദിയിലുണ്ട്. അവർക്ക് ഈ ചെറിയ ഇത് നൽകുന്നതിനായി നമ്മുടെ കരയോഗം പ്രസിഡന്റ് ശ്രീ മധു അവരെ ക്ഷണിക്കുന്നു. രമ ഇത് ഏറ്റുവാങ്ങുന്നതിനായി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് നരസിംഹമൂർത്തിയുടെ പ്രിയ ഭക്തനാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള മോഹനൻകുട്ടി എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരൻ പൂർണ്ണമല്ല, ടിക്കറ്റ് വിൽക്കുന്ന അദ്ദേഹത്തിനും നമ്മുടെ കരയോഗം വഴി 2021 മുതൽ നമ്മൾ ഈ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇത് വാങ്ങുന്നതിനായി അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. കരയോഗം പ്രസിഡന്റ് ശ്രീ സി മധു അത് നൽകപ്പെടുന്നതാണ്. പിന്നെ സത്യാമണി ഇളഞ്ചിയം കടലൂർ തമിഴ്നാടെന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. ഇവിടെ പലരും കണ്ടു കാണും. ക്ഷേത്രത്തിന് കിഴക്കേ ഗേറ്റിൽ എടുത്തുകൊണ്ട് നടക്കുന്ന 10-30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയാണ്. അവർ ഇവിടെ വന്ന് നമ്മുടെ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ മറ്റേ പല പള്ളികളിലുമൊക്കെ പോയി പൈസ വാങ്ങിച്ച് ജീവിക്കുന്ന അവരിപ്പോൾ സ്ഥലത്തില്ല. പിന്നെ അടുത്തത് ശശിമേനൻ എൻ്റെ ഒരു സഹപാഠിയാണ്. അദ്ദേഹത്തിന് അല്പം രോഗമൊക്കെ ഉണ്ട്. അത് പൂർണ്ണമാകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ശ്രീദേവി അത് ഏറ്റുവാങ്ങുന്നതാണ്. അടുത്തത് നമ്മുടെ ഒരു മുതിർന്ന കലാകാരനാണ് തുറവൂർ പ്രഭാകരൻ സാറ്. ഈ കോവിഡ് കാലത്ത് ഈ ഒറ്റപ്പെട്ട ദ്വീപുകളിലും അവിടെയെല്ലാം മരുന്നും ഭക്ഷണവും എല്ലാം എത്തിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരൻ. അവരാണ് ഈ പരിപാടി നിർത്തിയോടുകൂടി പ്രഭാകരൻ സാറിന് ഒന്ന് സഹായിക്കണമെന്ന് പറയുകയും അത് എൻ്റെ സഹപാഠി കൂടിയാണ്. ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ 80-ാം വയസ്സിലും ഭാര്യയുമായിട്ട് ക്ഷേത്രത്തിലും അവിടുന്ന് നടന്നു വന്ന് വാടക വീട്ടിൽ താമസിക്കുന്ന പ്രഭാകരൻ സാറ് നമുക്ക് സംഗീത ലോകത്തിന്, നമുക്ക് പ്രായമുള്ളവർക്ക്, പ്രായമായി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നവർക്ക് ഒരു മാതൃകയാക്കാവുന്ന ഒരാളാണ് പ്രഭാകരൻ സാറ്. തികച്ചും കലാകാരനായ വെള്ള വസ്ത്രവും വെള്ളമുണ്ടും കൊടുത്ത് എപ്പോഴും നമ്മളോടൊപ്പമുള്ള പ്രഭാകരൻ സാറിന് കൂടുതൽ കാലം സംഗീതത്തിലൂടെ നമ്മളെ ആസ്വദിപ്പിക്കുവാൻ, നമ്മളെ സന്തോഷിപ്പിക്കുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സർവീസ് പെൻഷൻ്റെ സഹകരണത്തോടെ നൽകുന്ന ഇത് സെക്രട്ടറിയും ഖജാൻജിയും കൂടി പ്രഭാകരൻ സാറിന് എല്ലാ ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നൽകപ്പെടും. അടുത്തത് മാർഗറ്റ് വിൽസൺ, വെളിയിൽ മരിയാപുരം. ഇത് നമ്മുടെ രേണുക ടീച്ചർ ഇവിടെ എത്തിയിട്ടില്ല. രേണുക ടീച്ചർ മകളുടെ കൊച്ചിനെ നോക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ രേണുക ടീച്ചർ സ്പോൺസർ ചെയ്തതാണ്. ആ ടീച്ചറിന് പ്രത്യേക നന്ദിയുണ്ട്. സർവീസ് പെൻഷൻ്റെ യൂണിയനുള്ള നന്ദി രേണുക ടീച്ചറിനെ അറിയിച്ചുകൊണ്ട് ഇത് മാർഗറ്റ് വിൽസനെ ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കൊടുക്കുന്നതാണ്. പ്രസാദ് സാറ് കൊടുക്കപ്പെടും. അടുത്തത് അനുശ്രീ, നമ്മുടെ അയലോക്കത്ത് തന്നെയുള്ളതാണ്. പ്രായം കുറച്ചായെങ്കിലും
മാനസികമായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് വരികയാണ്. ആ കുട്ടിക്ക് നമ്മൾ ചെറിയ സാമ്പത്തിക സഹായമായ യുഗത്തിലെ ഞങ്ങളുടെ തന്നെ അംഗമായ ശാന്തമ്മ ടീച്ചർ ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ടീച്ചറെ KSSPയുടെ നന്ദി അറിയിക്കുകയും ഇതിനുവേണ്ടി രവീന്ദ്രനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊള്ളുന്നു. ആ കുട്ടിയുടെ അച്ഛൻ രവീന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. രവീന്ദ്രൻ ഉണ്ടെങ്കിൽ കടന്നു വരാം. ഇല്ലെങ്കിൽ പിന്നെ കൊടുക്കാം. അടുത്തത് വിനിമോൾ കുന്നേൽ പറയകാട്ട്. നമ്മുടെ കഴിഞ്ഞ ഇതുപോലെയുള്ള യോഗത്തിൽ സ്വയം മനസ്സോടുകൂടി തികഞ്ഞ സംതൃപ്തിയോടുകൂടി കടന്നു വന്ന് സാറേ ഞാൻ ഒരാൾക്ക് സ്പോൺസർ ചെയ്യാം, അത് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ തികഞ്ഞ മനസ്സോടുകൂടി ഞങ്ങളുടെ പെൻഷൻ സംഘടന ഭാരവാഹികളോട് പങ്കജകുമാരി ടീച്ചർ പറഞ്ഞു, സാറേ ഒരാൾക്ക് ഞാൻ 1000 രൂപ വീതം തരാം, നോക്കൂ. അതാണ് ശരി, അല്ലാതെ വേണോ വേണ്ടയോ എന്നുള്ള സംശയമല്ല. തികഞ്ഞ മനസ്സോടുകൂടി കൊടുക്കുമ്പോഴേ കൊടുക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആൾക്കും അത് ഗുണം ചെയ്യുള്ളൂ. ആ പങ്കജകുമാരി ടീച്ചറിനും ആ ടീച്ചറിൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കായ PMG എന്ന് പറയുന്ന ഗോപാലകൃഷ്ണനും എല്ലാവിധ ആയുരാരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം KSSPയുടെ നന്ദിയും അറിയിച്ചുകൊണ്ട് ഇത് കൊടുക്കുന്നതിനായി മിനുമോൾക്ക് കൊടുക്കുന്നതിനായി പങ്കജകുമാരി ടീച്ചറിനെ ക്ഷണിച്ചുകൊണ്ടു. ഇത് മറ്റേ അവിടെ ഇല്ല, എൻ്റെ മൊബൈൽ മൊബൈൽ പോയി. ശരി ശരി, അല്ല ഗോപാലകൃഷ്ണനും വരാം, ഇങ്ങോട്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി പാട്ടുകുളങ്ങര ദേവിയുടെ വടക്കുവശം ഒരു ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടിയെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സഞ്ജീവൻ എന്ന് പറയുന്ന കുട്ടിയാണ്. സഞ്ജീവൻ എന്ന് പറയുന്ന ആളാണ് സാറേ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് നമുക്ക് ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുകയും അങ്ങനെ പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ സാറിന് അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് കൃഷ്ണകുമാർ സാർ പറഞ്ഞു അത് ഞാൻ തന്നെ കൊടുത്തോളാം. വളരെ സന്തോഷം. ആധികാരികമായിട്ട് ശരിയല്ലെങ്കിൽ പോലും ഈ പെൻഷൻ സംഘടനയുടെ നന്ദി കൃഷ്ണകുമാർ സാറിനും നാസി ടീച്ചറിനും നൽകിക്കൊണ്ട് ശ്രീരാമൻ്റെ അമ്മ, ഈ അമ്മയെയും അതുപോലെ തന്നെ അവൻ്റെ അച്ഛൻ ശിവൻ, അവരെയും നമ്മൾ ആദരിക്കേണ്ടതാണ്. അവർക്ക് എല്ലാവിധ നാൻസി ടീച്ചറും സാറ് കൊടുക്കൂലെന്ന് പറഞ്ഞു. ഇത് നാൻസി ടീച്ചറാണ്, എൻ്റെ ഭാര്യ ഗിരിജാമണിയുടെ സഹപ്രവർത്തകയാണ്. ടീച്ചറിനെ പോലെയുള്ളവർ കാണുന്നതാണ് എൻ്റെ ഭാര്യയ്ക്ക് ആകെയുള്ള ഒരു സംതൃപ്തി. ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞങ്ങളുടെ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ശ്രീരാമൻ്റെ രോഗം വേഗം മാറട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അടുത്തത് വിക്ടോറിയ പഴകാട്ട് നാളുകുളങ്ങര. ഇത് നമ്മളെ ശാന്തകുമാരി ടീച്ചർ ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ സംഘടനാ തലത്തിൽ ഈ കാര്യം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ആദ്യം ചെന്നത് ഈ ശാന്തകുമാരി ടീച്ചറിൻ്റെ വീട്ടിലാണ്. ടീച്ചറും ടീച്ചറിൻ്റെ മകനും അന്ന് മുതൽ ഇന്ന് വരെ കൃഷ്ണകുമാർ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായ രീതിയിൽ 1000 രൂപ നൽകുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഈശ്വരവിശ്വാസിയായ ഒരു സ്ത്രീയാണ് നമ്മളുടെ ശാന്തകുമാരി ടീച്ചർ. ആ ശാന്തകുമാരി ടീച്ചറെ ഇത് നൽകുന്നതിനായി ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. KSSPയുടെ നന്ദിയും
വിക്ടോറിയയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വളമംഗലത്ത് അന്ന് വിപിൻ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ക്ഷേത്ര തുറവൂരുകാരനായ ഒരു ആള്, സ്വല്പം പിന്നെ ശേഷിയൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ജീവിതം ജോലി ചെയ്ത് ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം എന്ന ആശയക്കാരനാണ് വിപിൻ. അദ്ദേഹം ചേർത്തല ദേവീ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാനുമായിട്ട് യാദൃശ്യമായി ടിക്കറ്റ് വെക്കുന്നതിലൂടെ പരിചയപ്പെട്ടു. ചോദിച്ചു വന്നപ്പോൾ അവൻ വളമംഗലത്തുകാരനാണ്, വളമംഗലത്തുടെ വടക്കുവശമാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആ ശരി എന്നും പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് പിന്നെ എനിക്ക് തോന്നി വിപിന്നെയും കൂടി ഇതിനകത്ത് പെടുത്തണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഗുരുനാഥൻ കൂടി ആയ പടവത്തി ഭാസ്കരമേനോൻ സാറ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുത്രൻ ഹരികുമാർ ക്ഷേത്ര മതുക്കകത്ത് വെച്ച് 1000 രൂപ തന്നിട്ട് പറഞ്ഞു, ചേട്ടൻ്റെ ഈ കാര്യത്തിന് ഉപയോഗിക്ക്, എല്ലാ മാസവും ബുദ്ധിമുട്ടാണ്. ഞാൻ അത് വേണ്ട ഹരി, ശരിയാവില്ല എന്ന് പറഞ്ഞു. അതല്ല അതെന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ പോക്കറ്റിൽ ഇട്ടേച്ചു പോയി. ക്ഷേത്ര മതകത്ത് കിട്ടിയതല്ലേ, അത് നല്ലതിന് വേണ്ടി കൊടുക്കാനും അല്ലേ, അതുകൊണ്ട് അത് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഈ ആളെ കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ സുഹൃത്തായ രാമചന്ദ്രനെ ചുമതലപ്പെടുത്തി. ആ രാമചന്ദ്രൻ്റെ ഭാര്യയുടെ സഹായത്തോടുകൂടി നാലുകുളങ്ങര ക്ഷേത്രത്തിൽ വെച്ച് വിപിൻ്റെ അമ്മയായി ബന്ധപ്പെട്ടു. ഞാനും രാമേന്ദ്രനും കൂടി അവിടെ പോയി ഇവരുടെ വീട് കണ്ടുപിടിച്ച് വിപിന് കൊടുത്തു. ഇപ്പോഴും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് എൻ്റെ ഗുരുനാഥൻ കൂടിയായ KSSBയുടെ ബ്ലോക്ക് കെട്ടിട നിർമ്മാണത്തിന് അങ്ങേയറ്റം സഹായിക്കുകയും ചെയ്ത എൻ്റെ ഗുരുനാഥൻ്റെ പലരുടെയുമാണ് ഗുരുനാഥനായ ഭാസ്കരമേനോൻ സാറിൻ്റെ നാമധേയത്തിലാണ് KSSB കുത്തിയതോട് ഈ ചെറിയ സഹായം എല്ലാ മാസവും വിപിന് കൊടുക്കുന്നത്. അത് നൽകുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. രാമചന്ദ്രൻ വന്ന് ഇത് കൊടുക്കണം. ഹരി എത്തിയിട്ടില്ല. രാമചന്ദ്രൻ വന്ന് ഈ ഇത് കൊടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. കാരണം രാമചന്ദ്രൻ്റെ ഭാര്യ വലിയൊരു സഹായം ചെയ്ത് ഞാൻ കണ്ടു. ഇവരെങ്ങാണ്ടോ പോകാനായിട്ട് പോകുമ്പോൾ ഞാൻ സ്കൂട്ടറെ അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീകളുടെ ഒരു നല്ല മനസ്സാണ്. കുട്ടിയെ ആരാണ്ട് കാണാനായിട്ട് പോകുമ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, നമുക്ക് പാസ്റ്ററിനെ വീട് കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ആ ചെറിയ സഹായമാണ്. പക്ഷെ അന്നത് നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇവൻ ഈ ലിസ്റ്റിൽ വരികയില്ല. അതുകൊണ്ട് രാമചന്ദ്രൻ്റെ നല്ല മനസ്സുള്ള ഭാര്യയും ഈ സമയത്ത് KSSB അവരെ നന്ദി അറിയിക്കുകയാണ്. ഇത് വിപിന് നൽകുന്നതിനായി രാമചന്ദ്രനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമുക്ക് ആദ്യം ഫ്ലൂട്ട് വായിച്ച പെരുമ്പാവൂർ ഷാജി അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് നമ്മുടെ ആദരവ് അർപ്പിക്കുന്നതിനായി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഭാസ്കരൻ നായർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു കൈയ്യടിയോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം. അടുത്തത് ആശംസകൾ അർപ്പിക്കുകയാണ് ഇനി അടുത്തത് ചെയ്യുന്നത്. ഇന്ദിരാമ ആൻഡ് ഫാമിലിയെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ളവരൊന്ന് ദയവായി ഇരിക്കുക. ആശംസകൾ അർപ്പിക്കാൻ ഇന്ദിരാമ ആൻഡ് ഫാമിലിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്പോൾ ആശംസകൾ അർപ്പിക്കുകയാണ് ഇന്ദിരാമ ആൻഡ് ഫാമിലി.
ആശംസകൾക്ക് പട്ടണക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീ കെ പ്രകാശൻ സാറിനെ ആശംസകൾ അർപ്പിക്കാൻ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ഞങ്ങളെല്ലാം പ്രിയങ്കരനായ യോഗം വിജയമാറ്റ നമ്മുടെ എല്ലാം പ്രിയങ്കരി വൈദ്യം ജയലക്ഷ്മി, KSSP ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രസാദ് സാർ, വേദിയിലും സദസ്സിലുള്ള ബഹുമാനിക്കുന്നു. ശ്രീ ഭാസ്കരൻ നായർ സാറിന് ആദ്യമായി ജന്മദിനാശംസകൾ നൽകുകയാണ്. ഞങ്ങൾ പെൻഷൻ കുടുംബത്തിൻ്റെ ഒരു ആവേശവും വഴികാട്ടിയുമാണ് ശ്രീ ഭാസ്കരൻ നായർ സാർ. ഈ പട്ടണക്കാട് ബ്ലോക്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കം കുറിച്ചത് ശ്രീ ഭാസ്കരൻ നായർ സാറാണ്. അത് തുടർന്ന് ബന്ധിച്ച് എല്ലാ യൂണിറ്റുകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരണത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ ശ്രീ സുധീർ മേനോൻ കൊച്ചി അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഭാസ്കരൻ നായർ, അതുപോലെ വിശിഷ്ടാതിഥികൾ, സ്റ്റേജിലിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ബാക്കിയുള്ള മാന്യ അംഗങ്ങളെ, ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭിന്നശേഷി ദിനമായിട്ടാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് ഈ സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ അരുണിമാസിൻഹ എന്ന് പറയുന്ന ആ ലേഡിയുടെ കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് ഏവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കാം, നമ്മുടെ ഇന്ത്യൻ വോളിബോൾ ടീം പ്ലെയർ ആയിരുന്നു അരുണിമാസിൻഹ. ഒരിക്കലും അവർ നമ്മുടെ സ്പോർട്സിലൊക്കെ മികവുള്ളവർക്ക് ജോലി ലഭിക്കുന്നത് പോലെ തന്നെ അവർക്കും കേന്ദ്ര സർക്കാരിനോട് ജോലി ലഭിച്ചു. ആ ജോലി CRPF-ൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിട്ടായിരുന്നു. ആ ജോലിയുടെ അപ്പോയിൻമെന്റ് ലെറ്റർ മേടിക്കാനായി അവർ ഡൽഹിയിലേക്കുള്ള യാത്രയിലായിരുന്നു, ട്രെയിനിൽ. ആ ട്രെയിൻ യാത്രയിൽ രാത്രിയായിരുന്നു യാത്ര. നോർത്തിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, കൊള്ളക്കാരൊക്കെ ഉള്ള റോബേഴ്സ് ഉള്ള യാത്രയാണ്. ആ യാത്രയിൽ അരുണിമാസിനെ യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രി സമയത്ത് അവരുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കാനായിട്ട് ആരോ ശ്രമിച്ചു. ആ സമയത്ത് ഫിസിക്കലി ഫിറ്റ് ആയിരുന്നുകൊണ്ട് അരുണിമാസിന അവരെ ഇടിച്ചു താഴ്ത്തിട്ടു. പക്ഷേ ഇടിച്ച് താഴ്ത്തു വീണപ്പോഴാണ് മനസ്സിലായത് ആ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് 3-4 പേര് എഴുന്നേറ്റ് അരുണിമാസിനെ തിരിച്ചാക്രമിച്ചു. പക്ഷെ ആ 4-5 പേരുണ്ടായിരുന്നു അരുണിമാസിനേക്ക് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരെ പിടിച്ച് ആ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ് പുറത്തോട്ട്. ആ നോർത്തിലൊക്കെ ട്രെയിനിന്റെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുമ്പോൾ 2 ട്രെയിൻ ഇങ്ങോട്ട് വരും. അത്രയും തിരക്കുള്ള സമയത്താണ് അരുണിമാസിനെ വലിച്ചെറിയപ്പെട്ടത്. എറിഞ്ഞ് പോയി തെറിച്ച് വീണത് ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനിന്റെ ബോഗിയിലോട്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഇടിച്ച് ഈ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ട്രാക്കിലോട്ടാണ് വീണത്. ട്രാക്കിൽ വീണപ്പോൾ ആ കാലുകൾ ട്രാക്കിലോട്ടായിപ്പോയി. അവസാനം ട്രെയിനുകൾ കയറി ഇറങ്ങി കാല് തകർന്നുപോയി. രാത്രി സമയമായതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവർക്ക് ആകെപ്പാടെ പുറകോട്ട് മറന്നു കിടന്ന് ആ മെറ്റൽ കൂലിയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നു. രാവിലെ ഏകദേശം 7-7:30 ലോക്കൽ ആൾക്കാർ കണ്ടത്. അവരെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ അനസ്തേഷ്യ പോലും ഇല്ലായിരുന്നു. ഡോക്ടർമാർ ദേ ആർ റെഡി ടു ഹെൽപ്പ് ഡോക്ടർ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ബ്ലഡ് കൊടുക്കാനും എല്ലാം കൊടുക്കാൻ റെഡിയായെങ്കിൽ അനസ്തേഷ്യ ഇല്ലെങ്കിലും എന്ത് ചെയ്യണമെന്ന് അരുണിമാസിനോട് ചോദിച്ചു. കാരണം കുറേ സമയമായി 7-8 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുന്നത് കൊണ്ട് കാല് ചിലപ്പോൾ അരയ്ക്ക് താഴെ വെച്ച് മുറിച്ചു കളയേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു കളഞ്ഞാൽ മതി. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അരുണിമാസിന് പറഞ്ഞു മുറിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അനസ്തേഷ്യ ഇല്ലാതെ ട്രെയിൻ കയറി ഇറങ്ങിയ മുട്ടിന് താഴെ വെച്ചുള്ള ഭാഗം മുറിച്ചു കളയുകയും ചെയ്തു. അപ്പോഴത്തേക്ക് മീഡിയ പീപ്പിളൊക്കെ ഓടി വന്നു. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഓടി വന്നു. അവർ ഉണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ പറഞ്ഞു. അതിനുശേഷം അവരെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും വാർഡിലോട്ട് മാറ്റി അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് TV ചാനൽ വെച്ച് നോക്കി എൻ്റെ ഇന്റർവ്യൂ എടുത്ത ചാനലുകാർ എന്താണ് പറയുന്നത്. നമുക്ക് ചാനലുകാർക്ക് വേണ്ട ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഇങ്ങനെ ഒരു ആക്സിഡന്റ് ആയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആവില്ല എന്ന് അറിയാവുന്ന ചാനലുകാർ പറഞ്ഞത് അരുണിമാസിൻഹ വീട്ടിലെന്തോ പ്രശ്നമുണ്ടായിരുന്നത് കൊണ്ട് ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നായിരുന്നു. അത് കേട്ട് അരുണിമാസിന്റെ നെഞ്ചകം തകർന്നു പോയി.
അനിൽമാസൻ വീണ്ടും ചാനലൊന്ന് മാറ്റി വെച്ച് നോക്കി വേറെ ചാനലുകൾ എന്താണ് പറയുന്നത്. വേറെ ചാനൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ടിക്കറ്റ് എടുക്കാതെയാണ് അനിൽമാസൻ ഡൽഹിക്കുള്ള യാത്രയിൽ പോയത്. അപ്പൊ TT വന്നപ്പോൾ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് TTയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് ചാടി എന്നായിരുന്നു അനിൽമാസനിയുടെ കുറിച്ചുള്ള അഭിമുഖത്തെ കുറിച്ച് ആ പ്രത്യേക ചാനൽ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇത് കേട്ട് അനിൽമാസനിക ലിറ്ററലി തകർന്നു പോയി. എന്നിട്ട് അനിൽമാസനിക വിചാരിച്ചു, ഇന്ന് ഞാൻ പറയുന്ന സത്യസന്ധമായ കാര്യങ്ങൾ കേൾക്കാൻ ഈ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ അവർ വാർത്തകളെ വളച്ചൊടിച്ചെങ്കിൽ ഇനി ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് ഈ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല ലോകം മുഴുവൻ കേൾക്കണമെന്ന് തീരുമാനിക്കുകയും. അങ്ങനെ അവർ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഇതുവരെയും ഒരു വികലാംഗയും ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയിട്ടില്ല. അങ്ങനെ അവരത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിന് വരെ ഹിമാലയത്തിന്റെ താഴ്വരയിലോട്ടാണ് പോയത്. അവിടെ ഈ എക്സ്പെഡീഷൻ ക്യാമ്പ് ട്രെയിനിങ് കൊടുക്കുന്ന മുകളിലോട്ട് കയറാനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ക്യാമ്പിലോട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ പരിശീലനം പതുക്കെ ആരംഭിച്ചു. ആ പരിശീലനം ആരംഭിക്കുമ്പോൾ അവരുടെ ഗ്യാങ് പതുക്കെ നടക്കുന്ന സമയത്ത് അനിൽമാസനികയുടെ ഗ്യാങ് അവരെ വിളിക്കുന്ന കമോൺ അനിൽമ യു ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമായിരുന്നു. കാരണം ഏക 1 മിനിറ്റോ 2 മിനിറ്റോ പോലും എടുക്കാവുന്ന ദൂരം പോലും അനിൽമാസനിക എടുത്തിരുന്നത് 5-6 മിനിറ്റ് എടുത്തിട്ടാണ് നടന്നത്. കാരണം കൃത്രിമ കാല് വെച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവർ വിളിക്കുന്ന സമയത്ത് അനിൽമാസനിക മനസ്സിൽ പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്നെ വിളിക്കും കമോൺ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നാളെ ഒരു സമയത്ത് ഞാൻ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ അന്ന് ഞാൻ നിങ്ങളെ വിളിക്കും കമോൺ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് അനിൽമാസനിക മനസ്സിൽ പറഞ്ഞു. അങ്ങനെ 2011 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് അനിൽമാസനിക ഈ ട്രാക്കിലോട്ട് വലിച്ചെറിയപ്പെടുന്നതെങ്കിൽ 2013 മെയ് മാസം 22-ാം തീയതി ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റിന്റെ നെറുകിൽ കയറി ഇന്ത്യയുടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. സോ ഫ്രണ്ട്സ്, ഒരൊറ്റ കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൂ, എന്തില്ലാന്ന് നോക്കരുത്. നമ്മുടെ ശരീരത്തിൽ എന്തില്ലാന്ന് നോക്കുകയും ചെയ്യരുത്. ഏകപാഠം നോക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നിലവിലുള്ള സിറ്റുവേഷൻ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തുണ്ടെന്ന് മാത്രം നോക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ജീവിത പാന്താവിലായ ഏറ്റവും വലിയ കൊടുമുടി വരെ നമുക്ക് കീഴടക്കാൻ പറ്റുമെന്നാണ് അനിൽമാസനികയുടെ കഥ നമ്മൾ ഓർപ്പിക്കുന്നതെങ്കിൽ എനിക്കും ഇവിടെ പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരം ഒന്നുമല്ല തീരുമാനിക്കുന്ന ഒരു കാര്യവും, നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനായിട്ട് ആരെ കൊണ്ടും സാധിക്കും എന്നാണ് അനിൽമാസനികയുടെ കഥ പറയുന്നതെങ്കിൽ ഇന്നത്തെ ആശംസാ പ്രസംഗത്തിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന കാര്യം അത് തന്നെയാണ്. എവിടെയെങ്കിലും അത് ഏത് തരത്തിലുള്ള അംഗവൈകല്യം ഉണ്ടായിക്കോട്ടെ ഉണ്ടാവാതിരുന്നോട്ടെ, പരിപൂർണ്ണ മനുഷ്യർ എന്ന് പറയുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അംഗവൈകല്യം കൂടി മനസ്സിലാക്കുക മനസ്സിനകത്ത്. ആ അംഗവൈകല്യം മാറ്റിക്കൊണ്ട് എന്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഏവർക്കും അവനവന്റെ ജീവിതം വെട്ടിപ്പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തത് ആശംസ അർപ്പിക്കാൻ ബ്ലോക്ക് ഖജാൻജി LP അശോകൻ അവരുടെ ക്ഷണിച്ചു. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഭാസ്കരൻ നായർ സാറ്, ഈ കാരുണ്യ യോഗ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗാനഗോകുലം ഭിന്നശേഷിക്കാർക്ക് എന്താകാൻ സാധിക്കും എന്ന് നമ്മളെ അറിയിച്ച വൈക്കം വിജയലക്ഷ്മി, നമ്മുടെ ആദരണീയനായ KSSBU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് സാറ്, ഞങ്ങളുടെ പ്രിയങ്കരനായ ബ്ലോക്ക് സെക്രട്ടറി പ്രകാശൻ സാറ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ്. UN കണക്ക് പ്രകാരം ലോകത്ത് 15% ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന 20 പേർക്കാണ് നമ്മുടെ ഭാസ്കരൻ നായർ ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു കാരുണ്യ സഹായം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കത് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മഹാകവി കുമാരനാശാൻ പറഞ്ഞ പോലെ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. അപ്പോൾ വിവേകത്തിൻ്റെ ഒരു നിദാനമാണ് കാരുണ്യ പ്രവർത്തനം. ആ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ മാതൃക കാണിച്ചുകൊണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയങ്കരനായ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ്, അദ്ദേഹം നമുക്കൊരു മാതൃക കാണിച്ചു. അത് 1000 രൂപ എന്നുള്ള അത് എമൗണ്ട് അല്ല, അതിൻ്റെ മനസ്സാണ്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് തലത്തിൽ യൂണിറ്റുകളിൽ നിന്ന് ശേഖരിക്കുന്ന പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് എത്രയോ വർഷമായിട്ട് കൊടുക്കുന്നതാണ്.
ഇപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഞാനിവിടെ 2006 അവസാനം പെൻഷനായിട്ട് വരുമ്പോൾ ആ തുകയില്ല 18-20 വർഷമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്ലോക്ക് തലത്തിൽ 18 പേർക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ കാരുണ്യബോധമാണ്. എല്ലാവരും ഊണ് കഴിക്കുന്ന ഈ സമയത്ത് കൂടുതലായിട്ട് വർത്തമാനം പറയുന്നതിൽ അർത്ഥമില്ല. എന്തായാലും ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് KSFB പട്ടണക്കാട് ബ്ലോക്കിൻ്റെയും എൻ്റെ വ്യക്തിപരമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നത് അഡ്വക്കേറ്റ് C. മധു, പ്രസിഡന്റ് NSS കലയോഗം വളമംഗലം തെക്ക്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് പോയ നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ MLA, അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും ആനന്ദസാഗരത്തിൽ ആറാടിച്ച 2-3 ഗായകർ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന സുമനസ്സുകൾ, ഈ പെൻഷൻകാരുടെ യോഗത്തിൽ എന്നെ എന്തിനാണ് ആശംസാ പ്രസംഗത്തിന് വെച്ചത് എന്നുള്ള ഒരു സംശയം ചിലർക്കുണ്ടാകും. ഞാൻ വളമംഗലം തെക്ക് 19 NSS കരയോഗം പ്രസിഡന്റാണ്. ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ ചേട്ടൻ, അല്ലെ ഞങ്ങളുടെ ബാസി ചേട്ടൻ എന്നെ സമീപിച്ചു. ഈ സമീപിച്ച സമയത്ത് അതിനു വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം തരികയും അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ള എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള 4 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയും വർഷങ്ങളോളം അവർക്ക് പെൻഷൻ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഫാസിച്ചേട്ടന് എൻ്റെ കരയോഗത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ നേരുന്നു. കൂട്ടത്തിലൊരു വാക്ക്, എല്ലാ മനുഷ്യരിലും നന്മയുടെ ഭാഗമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മാനവസേവ ആണ് മാധവസേവ എന്ന് വാക്കുകളിലൂടെ അല്ല പ്രവൃത്തികളിലൂടെ തെളിയിച്ച, അല്ലെങ്കിൽ ഇപ്പോഴും തെളിയിക്കുന്ന ബാസിച്ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ പോലെ ആകാൻ സാധിക്കുന്നില്ല? സാമ്പത്തികമായി വരുമാനമുള്ളവർ ധാരാളമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ അവർക്കാർക്കും പറ്റാത്ത, ഇതുപോലെ വാക്കുകളിലൂടെ മാത്രം പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമാണിത്. പക്ഷെ പ്രവൃത്തിയിലൂടെ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ മനസ്സിലെ നന്മ ഇതാണ് എന്ന് നമ്മളെ ഒന്നുകൂടി ഓരോ വർഷവും നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളെ തെളിയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിൽ ഒരാശംസ പറയാൻ എനിക്ക് അവസരം ഒരുക്കി തന്നതിൻ്റെ സംഘാടകരോടും ഇന്നിവിടെ കൂടിയിരിക്കുന്നവരോടും ഒന്നുകൂടി വിനയപൂർവ്വം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതൊരു കവിതാപാരായണം നടത്തുന്നതിനായി അച്ഛൻ്റെ സഹപാഠിയായ ഗൗതമൻ സാറിനെ ക്ഷണിച്ചോളുന്നു. ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഞാനും ബാൽസാറും ഒന്നിച്ച് പഠിച്ചതാണ്. ബാൽസാറിൻ്റെ ഭാര്യയും എൻ്റെ കൂടെ പഠിച്ചതാണ്. എന്നേക്കാൾ 1 വയസ്സ് മുതിർന്നതാണ് ബാൽസാർ. എനിക്ക് 79 ആയുള്ളൂ. അദ്ദേഹം നടത്തുന്ന ഈ പുണ്യകർമ്മത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സമ്പത്തും നേർന്നുകൊണ്ട്
ഞാൻ എൻ്റെ ഏറ്റവും പുതിയ കവിത ഇവിടെ അവതരിപ്പിക്കുന്നു. കവിതയുടെ പേരാ ഭിന്നശേഷി സൗഹൃദം. ഭിന്നശേഷി സൗഹൃദം. ഭിന്നശേഷിക്കാർ കേരളത്തിൽ ഏറെയുണ്ടെന്ന കാര്യം ഭരിക്കുവോർ മറന്നു പോകുന്നുണ്ട് പലപ്പോഴും. അവരുടെ വോട്ടുകൾ കിട്ടിടണ്ടേ? ഭിന്നശേഷിക്കാർ കേരളത്തിൽ ഏറെയുണ്ടെന്ന കാര്യം ഭരിക്കുവോർ മറന്നു പോകുന്നുണ്ട് പലപ്പോഴും. അവരുടെ വോട്ടുകൾ കിട്ടിടണ്ടേ? കണ്ണു കാണാത്തവർ, കാതു കേൾക്കാത്തവർ, പിന്നെയോ കൈകാൽ വൈകല്യമുള്ളവർ, മനസ്സിൻ താളം തകർന്നവർ. കണ്ണു കാണാത്തവർ, കാതു കേൾക്കാത്തവർ, പിന്നെയോ കൈകാൽ വൈകല്യമുള്ളവർ, മനസ്സിൻ താളം തകർന്നവർ. വൈകല്യമുള്ളോർക്കു ദൈവം നല്ല അനുഗ്രഹം നൽകുന്ന കാണാം. വൈക്കം വിജയലക്ഷ്മിക്കു നന്നായി ഗാനമാലപിക്കാൻ കഴിയുമല്ലോ. വൈകല്യമുള്ളോർക്കു ദൈവം നല്ല അനുഗ്രഹം നൽകുന്ന കാണാം. വൈക്കം വിജയലക്ഷ്മിക്കു നന്നായി ഗാനമാലപിക്കാൻ കഴിയുമല്ലോ. ബീഥോവന് ചെവി കേട്ടുകൂടാ, നന്നായി ഗിറ്റാർ വായിക്കും. വള്ളത്തോളിന് ചെവി കേട്ടുകൂടാ, ശബ്ദസുന്ദരമായി കവിത രചിക്കും. ബീഥോവന് ചെവി കേട്ടുകൂടാ, നന്നായി ഗിറ്റാർ വായിക്കും. വള്ളത്തോളിനും ചെവി കേട്ടുകൂടാ, ശബ്ദസുന്ദരമായി കവിത രചിക്കും. കൈകളില്ലെങ്കിലും ചിലർ കാലുകൊണ്ട് ചിത്രം വരയ്ക്കും. സംസാരശേഷിയില്ലാത്തോർക്ക് നന്നായി വസ്ത്രങ്ങൾ തയ്ച്ചിടും. കൈകളില്ലെങ്കിലും ചിലർ കാലുകൊണ്ട് ചിത്രം വരയ്ക്കും. സംസാരശേഷിയില്ലാത്തോർ നന്നായി വസ്ത്രങ്ങൾ തയ്ച്ചിടും. ഭൂരിഭാഗം ആരാധനാലയങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് പോവാൻ പറ്റില്ല. ഉയരത്തിലുള്ള പടികൾ കയറുവാൻ റാമ്പ് സൗകര്യങ്ങൾ ഉണ്ടാക്കിയിടണം. ഭൂരിഭാഗം ആരാധനാലയങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് പോവാൻ പാടില്ല. ഉയരത്തിലുള്ള പടികൾ കയറുവാൻ റാമ്പ് സൗകര്യങ്ങൾ ഉണ്ടാക്കിയിടണം. ചക്രക്കസേരയിലിരുന്ന് ഭിന്നശേഷികൾക്ക് സഞ്ചരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് പോകാൻ കഴിഞ്ഞിടും. ചക്രക്കസേരയിലിരുന്നു ഭിന്നശേഷികൾക്ക് സഞ്ചരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് പോകാൻ കഴിഞ്ഞിടും. ഉയർന്ന പടിക്കെട്ടുള്ളിടങ്ങളിൽ ലിഫ്റ്റുകളോ റോപ്പ് വേയോ ഇല്ല. ഭിന്നശേഷി സൗഹൃദമുണ്ടായാൽ ഭിന്നശേഷികൾക്ക് ഉപകാരമായിടും. ഉയർന്ന പടിക്കെട്ടുള്ളിടങ്ങളിൽ ലിഫ്റ്റുകളോ റോപ്പ് വേയോ ഇല്ല. ഭിന്നശേഷി സൗഹൃദമുണ്ടായാൽ ഭിന്നശേഷിക്കാർക്ക് ഉപകാരമായിടും. ഭിന്നശേഷിക്കാർക്ക് ഉപകാരമായിടും. നന്ദി. കൃതജ്ഞത അർപ്പിക്കാൻ ശ്രീമതി ജയശ്രീ ഇന്ത്യയെ ക്ഷണിച്ചോളൂ. സദസ്സിലും വേദിയിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, എല്ലാവരും ഊണിന്റെ തിരക്കിലാണ്. എന്നാലും സമ്മേളനത്തിന്റെ ഒരു നടപടിക്രമം എന്ന നിലയിൽ കൃതജ്ഞത അർപ്പിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് അധ്യക്ഷനായിരുന്ന ശ്രീ ഭാസ്കരൻ നായർക്ക് തന്നെ കൃതജ്ഞത അർപ്പിക്കുകയാണ്. അച്ഛനാണ്. അച്ഛൻ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് ഒരു പിറന്നാൾ ദിനാഘോഷത്തിന്റെ ഒരു സന്തോഷത്തെക്കാൾ ഉപരിയായിട്ട് അച്ഛന്റെ മനസ്സും ഒക്കെ വളരെയധികം നിറഞ്ഞിരിക്കുകയാണ്.
ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്നും അച്ഛന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയുകയാണ്, ആശംസിക്കുകയാണ്. ഒപ്പം നന്ദിയും ഇതുപോലൊരു കാര്യം സംഘടിപ്പിച്ചത്. പിന്നെ നമ്മളുടെ ഈ ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിച്ച നമ്മളുടെ ആദരണീയായ വൈക്കം വിജയലക്ഷ്മി ധന്യമായ ഒരു സംഗീത വിരുന്നോടുകൂടി അതുപോലെ തന്നെ നമ്മളുടെ ചടങ്ങിന് എത്തി ഈ അവസരം ധന്യമാക്കി തീർത്ത നമ്മുടെ ബഹുമാനിയായ MLA, ഇവർക്കെല്ലാം ഒരു വളരെ തിരക്ക് പിടിച്ച് ഓടുകയാണ്. അതിൻ്റെ ഇടയിലും ഇങ്ങനെ ഒരു വ്യക്തി സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങിന് എത്തിച്ചേരുക എന്നുള്ള അപൂർവ സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഇരുവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്, കുടുംബത്തിന്റെ പേരിലും സ്വന്തം പേരിലും. അടുത്തതായി നമ്മളുടെ ഈശ്വര പ്രാർത്ഥന തുടക്കം മുതൽ പറയാം. ഈശ്വര പ്രാർത്ഥന അർപ്പിച്ച നമ്മളുടെ ഗീതാമൺ ടീച്ചർ ഞങ്ങളുടെ HM ആയിരുന്നു. ഞാൻ വളമംഗല സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ HM ആയിരുന്ന അവസരത്തിലൊക്കെ കാണാതിരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ കണ്ടത്. ഇടയ്ക്ക് എനിക്കത് കേൾക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ടീച്ചർ പോയോന്നറിയില്ല, എങ്കിലും അവിടെ ഉണ്ട്. അപ്പൊ ടീച്ചറിന് പിന്നെ എൻ്റെ പേരിലും സ്വന്തം പേരിലും കുടുംബത്തിന്റെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇത്തരം ഒരുപാട് വേദികളിൽ ടീച്ചർ ഇനിയും തന്റെ സംഗീതത്തിലുള്ള കഴിവ് പ്രകടിപ്പിച്ച് മുന്നേറട്ടെ, സന്തോഷത്തോടെ പെൻഷൻ ജീവിതം ആസ്വദിക്കട്ടെ എന്ന് ഒപ്പം ആശംസിക്കുകയും ചെയ്യുന്നു. പിന്നീട് അനുസ്മരണം നടത്തിയ ശ്രീ രഞ്ജിത്ത് ചന്ദ്രശേഖരൻ നായർ എൻ്റെ സ്വന്തം അനുജനാണ്. അതുപോലെ സ്വാഗതം ആശംസിച്ച ശ്രീ അജയ് കുമാർ VA എൻ്റെ ചേട്ടനാണ്. അപ്പൊ ഇരുവർക്കും ഔപചാരികതയുടെ പേരിൽ, ചേട്ടനും അനുജനും നന്ദി പറയേണ്ടതില്ല എങ്കിൽ കൂടിയും ഔപചാരികതയുടെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ക്ഷേമ പെൻഷൻ 5ാം വർഷ ഉദ്ഘാടനം നിർവഹിച്ച പ്രസാദ് സാറും ഇവിടെ എത്തിച്ചേർന്നതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയ സാറ് രാജമണി സാറ്, അതുപോലെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി സ്പോൺസർമാരായിട്ടുള്ള എല്ലാവർക്കും, അതുപോലെ അതിന്റെ ഗുണഭോക്താക്കളായിട്ട് അച്ഛൻ വിളിച്ചപ്പോ അച്ഛന്റെ ഈ സന്തോഷം എന്ന് പറയുന്നത് അച്ഛൻ വിചാരിച്ചാൽ ഒരിക്കലും ഈ സന്തോഷം അച്ഛൻ ഇന്ന് ലഭിക്കില്ല. ഒപ്പം അച്ഛന്റെ സ്നേഹ വിളികൾക്ക് ചെവി കൊടുത്ത് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരും ചേർന്നാണ് ആ സന്തോഷം അച്ഛൻ സമ്മാനിച്ചത്. അതിന്റെ പേരിൽ വന്നിട്ടുള്ള എല്ലാവർക്കും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം നമ്മളുടെ സുധീർ മേനോൻ ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ച ഒട്ടേറെ പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒപ്പം കൂട്ടത്തിലെ എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു ഗൗതമൻ സാറ് ഒരു നല്ല കവിത ഇതിനെ കുറിച്ച് തന്നെ അവതരിപ്പിച്ചു. അപ്പൊ അതിനും എല്ലാത്തിനും നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. സുധീർ മേനോൻ ആയിരുന്നു ഇവിടുത്തെ അവതാരകൻ. അപ്പോ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. എല്ലാം സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കി വിരമിച്ചിരിക്കുകയാണ് തന്റെ പണിയിൽ നിന്ന്. അപ്പോ അവസാന ചടങ്ങായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. നമ്മുടെ ഈ ഭിന്നശേഷി ദിനാചരണവും 5ാം വർഷ ക്ഷേമ പെൻഷൻ്റെ സംബന്ധിച്ചുള്ള യോഗ നടപടികൾ കാര്യപരിപാടി അനുസരിച്ച് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇവിടെ പൂർണ്ണമാക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു പരിപാടി കൂടെയുണ്ട്, കലാപരിപാടിയാണ്, അത് ആസ്വദിക്കാം. ഈ യോഗം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നതിനാൽ ഇത് ഇവിടെ പിരിച്ചുവിടുന്നു.